വിശുദ്ധമായ പള്ളികളിൽ പോയി നമസ്കരിച്ചുകൊണ്ട് അവരെവിടേക്കാ പോകുന്നത് എന്നറിയോ? ഒന്നുകൾ കിളയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ ടാപ്പിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ അടിമപ്പണിക്കായിരിക്കാം. ഏത് പണിയാണെങ്കിലും കുഴപ്പമില്ല. പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും സന്തോഷത്തോടു കൂടിയിട്ട് പുന്നാര മക്കളെ വളർത്തണമല്ലോ. അതോർത്തുകൊണ്ട് അവരെങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഇന്നിപ്പോ ആ ഉമ്മാന്റെ മനസ്സ് കാണാൻ നമുക്കൊന്ന് കഴിയുന്നില്ല, ആ ഉപ്പാന്റെ മനസ്സ് കാണാൻ നമുക്കൊന്ന് കഴിയുന്നില്ല. ദുനിയാവിന്റെ വൃത്തികെട്ടാഡംബരത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ട് മനുഷ്യ മനസ്സെന്ന് ഗമിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇന്നെല്ലാം മറന്നുകൊണ്ടല്ലേ പോകുന്നത്. എന്നാൽ ആ ഉമ്മ കാത്തിരിക്കും, എന്റെ പൊന്നുമോന്റെ കൈയൊന്ന് വളരട്ടെ, എന്റെ പൊന്നുമോന്റെ കാല് വളരട്ടെ എന്നിങ്ങനെ കാതോട്ട് കണ്ണുന്നിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ. ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പുന്നാര മോനെന്ന് വളർന്നു വന്ന എന്റെ കഷ്ടപ്പാട് മാറുമല്ല അല്ലാ, എന്റെ ദുഃഖം മാറുമല്ല അല്ലാ, എന്റെ പ്രയാസങ്ങൾ മാറുമല്ല അല്ലാ, എന്റെ കടങ്ങൾ മാറുമല്ല അല്ലാ എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പിതാക്കന്മാര്, എത്രയോ ഉമ്മമാർക്കുള്ള കണ്ണുനീര് തുള്ളികളല്ലേ ഇന്നീ ഭൂമിന്റെ മണ്ണിൽ നീട്ടി വീഴുന്ന എന്റെ പ്രിയമുള്ള സഹോദര. ഇതൊന്ന് കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കൊന്നും സമയമില്ലല്ലോ. പോട്ടെ പൊന്നുമോനിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഉപ്പ, ആ പൊന്നുമോനിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഒരുപാട് ഉറക്കമൊഴിഞ്ഞ ഉമ്മ, ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കാതോർത്തുകൊണ്ടിരിക്കുമ്പോ പൊന്നുമോന് സുന്ദരമായിട്ട് വളർന്നു വരികയാ. നല്ലതുപോലെ വളർന്നു വരുന്നു പ്രിയപ്പെട്ട പൊന്നുമോൻ. അവനിക്ക് നല്ലൊരു ജോലി കിട്ടി, എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി. ഉദാഹരണം പറയാ, എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി ഈ മോനിക്ക്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ടായി. ഈ മകന്റേതായിട്ടുള്ള സമ്പാദ്യത്തിലൂടെ നല്ലൊരു വീട് വെച്ചു, ചെറ്റക്കുടില് പൊളിച്ചു കളഞ്ഞു. ഉപ്പയും ഉമ്മക്കും വല്ലാത്തൊരു സന്തോഷം, ഉപ്പാക്കും ഉമ്മാക്കും ഒരു സന്തോഷം. അൽഹംദുലില്ലാ, എന്റെ പൊന്നുമോനൊരു വീട് വെച്ചല്ലോ. ഇന്നേവരേക്ക് അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും അത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് മകനോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ചിലതൊക്കെ മകൻ അംഗീകരിക്കുന്നു, ചിലതൊക്കെ തട്ടിക്കളയുന്നു. എന്നാൽ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപ്പയും ഉമ്മയും ആ മകനോട് പറയുമ്പോൾ മകൻ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ മകൾ അതിനെ എതിർക്കുന്നു. അല്ലെങ്കിൽ പോട്ടെ, ഈ പൊന്നുമോന്റെ കൂട്ടത്തിൽ തന്റേതായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാർ വരുമ്പോ ഉപ്പയും ഉമ്മയും ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടി? ഈ നിൽക്കുന്നത് എന്റെ മകനാണല്ലോ എന്നൊന്ന് പറയാൻ. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ ഞാൻ വാള് പറയുന്നു, എന്റെ ഉപ്പ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പ എന്ത് പറയും? എന്താ പറയാ? ഇവിടെ നിന്ന് അങ്ങോട്ട് വാളെല്ലാം കഴിഞ്ഞിട്ട് എന്റെ മോനാ വാള് പറഞ്ഞു. എന്താ കാരണം? എന്റെ ഉപ്പാക്ക് അതൊരു സന്തോഷമാണ്, എന്റെ മകനാണ് വാള് പറഞ്ഞെന്ന് പറയുമ്പോ അതെന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും ഒരു സന്തോഷമാണ്. ഇതേപോലെ ആ ഉപ്പയും ഉമ്മയും ഈ മകന്റെ കൂട്ടുകാർ വന്നപ്പോൾ ഇറങ്ങി വന്നു. അപ്പോഴോ കണ്ണുനീരോടെ കരഞ്ഞിടും മനസ്സോ വേദന താളർന്നത പറഞ്ഞിടും അമ്പിളി പൊൽ താരമോ നബിരാജനാണോ മലർ മുസ്തഫ നബി തങ്ങളോരെ വാക്കതാണോ? പ്രിയപ്പെട്ട പുന്നാര ഉപ്പ ഇറങ്ങി വന്നുകൊണ്ട് എന്റെ പൊന്നുമോനെന്ന് പറയുമ്പോ, എന്റെ പൊന്നുമോനാണ് ഈ നിൽക്കുന്നത് എന്ന് പറയുമ്പോ ഉമ്മയെ തെറി പറഞ്ഞുകൊണ്ട് വീട്ടിന്റെ അകത്തേക്ക് ചവിട്ടിത്തള്ളുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ഇന്ന് എന്തുകൊണ്ടാ എന്റെ ഉപ്പയാണ് എന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത് എന്ന് പറയാ മടിച്ചു പോകുന്നത്? ഒരിക്കലും മടിക്കണ്ട ചെറുപ്പക്കാരാ. അല്ലാഹു
റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം കണ്ടോ, അല്ലാഹു തആല വസിയത്ത് ചെയ്യുന്ന കാര്യം കണ്ടോ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അൻ അശ്കുർ ലീ വലിവാലിദൈഹി ഇലയ്യൽ മസ്വീർ. ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൂടെ അല്ലാഹു തആല അടിവരയിട്ടുകൊണ്ട് പറയാ ആരുടെ കാര്യത്തിൽ? വവസ്സൈനൽ ഇൻസാന, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുന്ന അല്ലാഹ് പറയാണ്. എന്റെ വാക്കല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ല, അല്ലാഹ് നേരിട്ട് പറയുന്നു വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുന്നു. എന്തിന്റെ വിഷയത്തിൽ? ബിവാലിദൈഹി, അവന്റെ മാതാവിന്റെ അവന്റെ പിതാവിന്റെ വിഷയത്തിൽ നാം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹ് പറയുകയാണ്, കാരണം എന്താ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഹമലതുഹു ഉമ്മുഹു, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ടല്ലോ. വഹ്നൻ അലാ വഹൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാ, കഷ്ടപ്പാടിന്റെ മേൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വിട്ടിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള മുസ്ലിം ചെറുപ്പക്കാരാ, ഇതെല്ലാം മറന്നുപോയല്ലോ, ഇതെല്ലാം കാറ്റിൽ പറപ്പിച്ചല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയതാ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അടുത്തട്ടിൽ കിടന്ന് തട്ടിക്കളിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ കഴിക്കുന്ന ആഹാരത്തിന് രുചിയില്ല, അത് വളരെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. ഉപ്പേതാ കണ്ടു നിന്നുകൊണ്ട് വിഷമം പ്രാപിക്കുന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദര, ഉപ്പാക്കും ഇത് കാണുമ്പോൾ വിഷമമാണല്ലോ. അതാ പ്രിയപ്പെട്ട ഉമ്മ ചെന്ന് കിടക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് ഉമ്മാക്ക് തോന്നുന്നു ഒന്ന് ചരിഞ്ഞ് കിടക്കാമെന്ന്, വീണ്ടും തോന്നുന്നു വേണ്ട ഒന്നങ്ങോട്ട് മാറി കിടക്കാമെന്ന്, വീണ്ടും അവർ ചിന്തിക്കുന്നു ശരിയാകില്ല ഒന്ന് എഴുന്നേറ്റിരിക്കാമെന്ന്. ഇങ്ങനെയാകെ ഒരു അസ്വസ്ഥത, ഉമ്മാക്ക് കിടക്കാൻ കഴിയുന്നില്ല, ഉമ്മാക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവർ എഴുന്നേറ്റിരിക്കുന്നു, കിടക്കുന്നു, ചരിയുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിനെ മറന്നുകൊണ്ടല്ലേ ഇന്നിപ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെയും നിങ്ങളുടെയും പോക്ക് ഉമ്മാനെ കണ്ടിട്ടില്ല, ഉപ്പാനെ കണ്ടിട്ടില്ല എന്നുള്ള പോക്കാണല്ലോ നിങ്ങളോട്. മാറ്റിവെച്ചോ. അല്ലാഹു തആല വെറുതെ വിടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അടിവരയിട്ടുകൊണ്ട് പറയണമെങ്കിൽ അല്ലാഹയാണല്ലോ സഹോദര പറഞ്ഞത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ. 2 കൊല്ലക്കാലം 10 മാസം ഗർഭം ചുമന്നുകൊണ്ട് നടന്നു. അത് കൂടാതെ 2 കൊല്ലക്കാലം അമ്മിഞ്ഞ പാലും നൽകി. ഇതൊന്നിപ്പോ മക്കൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, മക്കൾ ചിന്തിക്കുന്നില്ല. അവർ വളർന്നു വരുമ്പോ അവരുടേതായിട്ടുള്ള ചില തത്വസംഹിതകളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ ആനന്ദം കൊള്ളുന്നു, അതിൽ അവർ ആഹ്ലാദം കൊള്ളുന്നു. പക്ഷേ അവരെ അങ്ങനെ ആക്കിവിട്ട പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും അവർ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുകയാണ്. ആ ഒരു പോക്ക് അത് അപകടത്തിന്റെ പോക്കാണെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.
സഹോദരങ്ങളെ മനസ്സിലാക്കണം. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്, കുഞ്ഞായിരിക്കുമ്പോ കിടന്ന് ഉറങ്ങുന്ന ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഉമ്മ കണ്ണടയ്ക്കുന്നെങ്കിലും അവരുടെ മനസ്സ് നമ്മളിലേക്കായിരിക്കും. അതല്ലേ, ഉറങ്ങിക്കിടക്കുന്ന പൊന്നുമോന്റെ തൊട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ ആ ഉമ്മ വളരെ പെട്ടെന്ന് നോക്കുന്നു, എന്താ പറ്റി. അപ്പോഴെന്താണ്, അവരുടെ മനസ്സിൽ എന്റെ മോൻ കിടന്നുറങ്ങുകയാണല്ലോ, അവനക്ക് എന്തെങ്കിലും പറ്റിയാലെന്നുള്ളൊരു പേടിയാണ് ഉമ്മാന്റെ മനസ്സിൽ. ഉമ്മ ഉണരുമ്പോൾ ഉപ്പയുണ്ടെന്ന് ചോദിക്കും, എന്താ പറ്റി, ചോദിക്കാറില്ല. നിങ്ങൾക്കറിയാം, അനുഭവസ്ഥരാണല്ലോ. അങ്ങനെ ഈ പൊന്നുമോനൊന്ന് കരഞ്ഞാൽ, പാതിരാ സമയത്തൊന്ന് കരഞ്ഞാൽ, 1 മണി എന്നല്ല, 2 മണി എന്നല്ല, 3 മണി എന്നല്ല, ഏത് പാതിരാ സമയത്ത് പ്രിയപ്പെട്ട പുന്നാര മക്കള് കരഞ്ഞിരുന്നാലും ശരി തന്നെ ഉമ്മ വാരിയെടുക്കുന്നു. എന്നിട്ടോ ഈ പൊന്നുമോന് കമ്മിഞ്ഞ പാലങ്ങോട്ട് കൊടുക്കുന്നു. അത് കുടിക്കുമ്പോൾ അവന്റെ കരച്ചിൽ മാറുന്നു, അവനെ വീണ്ടും തൊട്ടിലേക്ക് ഇടുകയാണ്, അല്ലേ? പക്ഷെ ഇന്നിപ്പോ ആ ഒരു കാര്യമൊക്കെ മക്കൾ ചിന്തിക്കുന്നില്ല. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, സഹിച്ച യാതന, കഷ്ടപ്പാട്, വേദന, ഇത് മുഴുവനും മനുഷ്യനെന്ന് കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. സഹോദര, ഇത് അപകടത്തിന്റെ പോക്കാണെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. നമുക്ക് വേണ്ട സലാത്ത് ഉറക്ക ചെല്ലണം. അല്ലാഹു തആല ഉറക്ക സലാത്ത് ചെല്ലുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ എന്റെ ബഹുമാനമുള്ള മുസ്ലിമേ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, ഇവർ 2 പേരും നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സലാത്ത് ചൊല്ലിക്കോളൂ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞു? എന്റെ പേര് കേട്ടാൽ ആരാണോ ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവൻ, അവന്റെ പേര് ഞാൻ നാളെ മഹ്ശറിൽ ഉറക്ക വിളിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക ചൊല്ലിക്കോളൂ ഇൻഷാ അല്ലാഹു തആല. ഇതിനകത്തൊക്കെ ഒരുപാട് കൂലികളൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനും നമുക്ക് നല്ല മനസ്സ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യഖ്ബലുല്ലാഹു സലാത്തൻ ഇല്ലാ മഅ സലാത്ത. 3 കാര്യങ്ങൾ കൊണ്ട് സ്വീകരിക്കുകയും. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്തെന്നറിയോ? ഇത്താഅത്തുല്ലാഹി ഇല്ലാ മാ ഇത്താഅത്തുർ റസൂൽ. അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെടുന്നതിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലേക്ക് നീ പോകരുത്, ഇന്ന കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കാര്യം നീ ചെയ്യണം. എന്നാൽ അല്ലാഹുവിനനുസരിച്ചവനായി. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരുപാട് പറയാണ്ട്, രണ്ടാമത്തെ കാര്യം എടുത്തു പറയുന്നു, അസ്സലാത്തു ഇല്ലാ മഅസ് സക്കാത്ത്. നമ്മുടെ നമസ്കാരം യഥാർത്ഥമാകണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ അതിനോടൊപ്പം, ഈ നമസ്കരിക്കുന്നതിനോടൊപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമതായിട്ട് പറയുന്നു, ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രിൽ വാലിദീ സദഖ റസൂലുഹുൻ നബിയിൽ കരീം. മൂന്നാമതായിട്ട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ച കാര്യം എന്തെന്നറിയോ? ശുക്റുല്ലാഹ്, അല്ലാഹുക്ക് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, മഅ ശുക്രിൽ വാലിദീ, മാതാവിന് നന്ദി ചെയ്യുന്നതിലൂടെയാണ്, പിതാവിന് നന്മ ചെയ്യുന്നതിലൂടെയാണ്, പിതാവിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയാണ്. ഇതാരാണ് പഠിപ്പിക്കുന്ന എന്നറിയോ? ഒരിക്കൽ പോലും കളവ് പറയാ അവിടുത്തെ നാം നിർത്താത്ത സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബി അനീസുൽ ഗരീബി നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് മാറ്റിവെക്കാ എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റുമോ സഹോദര? ഇന്നിപ്പോ ഉപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലർജിയാണ്, ഉമ്മ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അലർജിയാണല്ലോ. വേണ്ട വേണ്ട, ഇവർ നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണെന്ന് പുന്നാര നബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നമുക്കൊരുപാട് സ്വത്തുണ്ടാകുമ്പോ, ഒരുപാട് ആഡംബരമുണ്ടാകുമ്പോ, ഒരുപാട് ആർപ്പാടമുണ്ടാകുമ്പോ, 2 നിലയും 3 നിലയും എല്ലാം കെട്ടിടങ്ങൾ നമുക്കുണ്ടാകുമ്പോ നമ്മുടെ
പെറ്റ് വളർത്തിയ പുന്നാര ഉമ്മാനെ മറക്കല്ലേ. എത്രയോ കഥയും കേൾക്കാറോ എന്റെ പ്രിയമുള്ള സഹോദര. ഈയിടയ്ക്കതാ എറണാകുളം ജില്ലയിലേക്ക് വിനീതൻ വാതിന് പോയപ്പോ ഒരു പാവപ്പെട്ട ഒരു ഉമ്മാന്റെ കഥ ഞാൻ കേട്ടുപോയി. അന്ന് അൽഹംദുലില്ലാഹ് അന്നത്തെ വിഷയം മാതാപിതാക്കളെ കുറിച്ചായിരുന്നു. കണ്ണുനീരോടെ ആ വിഷയം അവിടെ പറയേണ്ടി വന്നുപോയി. ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ കണ്ണുകളിൽ കൂടി വീഴുന്ന കണ്ണുനീര് കണ്ട അതാ കരയാത്ത മനുഷ്യൻ പോലും കരഞ്ഞുപോയി. സാജിദ എന്നാണ് പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ പേര്. ഇടപ്പള്ളിയിലാണ് വീട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കിടക്കുന്ന വീട്ടിലേക്കതാ ആരോ കാണാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞപ്പോ, വരാൻ വേണ്ടി പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ടൊരു പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു വരികയാ. അവർക്കുള്ള കോലം കണ്ട ഒരു പക്ഷേ ചില ആൾക്കാരും നിറച്ചു പോയേക്കാ. അങ്ങനെ വല്ലാത്ത വേഷത്താൽ, മുഷിഞ്ഞ വേഷത്താൽ ആ പുന്നാര ഉമ്മ കടന്നു വന്നപ്പോ ഞാൻ വിചാരിച്ചു പോയി കണ്ണിൽ വല്ലതും വീണു പോയതായിരിക്കുമെന്ന്. ആ ഉമ്മ വന്നുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് കാര്യം പറയാൻ തുടങ്ങി. ഉസ്താദ്, എനിക്ക് 12 മക്കളാണ്, 12 മക്കളാണ്. ഈ 12 മക്കളും ആൺമക്കളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പറയാ, എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ കടയിട്ടിരിക്കുന്ന എന്റെ 2ാമത്തെ മകനാണ്. ഇങ്ങനെ ഓരോ മകന്റേതായിട്ടുള്ള കഥകളും ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ, അല്ലയോ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് പറയാ, ഇന്നിപ്പോ ഞാൻ കിടക്കുന്ന വീട് നിങ്ങൾക്കറിയണോ? അതാ നോക്കുസ്താദെ, ആ കാണുന്ന വീടാണ് എന്റെ വീട്. ഞാൻ നോക്കുമ്പോൾ വലിയൊരു കൊട്ടാരമാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു അതിനകത്തായിരിക്കും പാവപ്പെട്ട ഉമ്മ കിടക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് ഞാൻ ചോദിച്ചു പോയി, ഉമ്മ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നല്ല വീടാണല്ലോ, അൽഹംദുലില്ലാഹ് പറഞ്ഞോട്. അപ്പോഴാണ് കാണിക്കുന്ന, ഉസ്താദെ അതല്ല, ആ കാണുന്ന ചെരുവിലൂടെ നോക്കുസ്താദെ, നോക്കുമ്പോഴോ ഒരു ചെറ്റിക്കുടൽ കാണുകയാണ്. ആ വീട്ടിന്റെ ഒരു വശം പച്ചക്കട്ട കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കണ്ടുപോയവനാ സഹോദര, അധികം നാളായിട്ടില്ല. ഇന്നിപ്പോ 2 ആഴ്ച മാത്രമാണ് ആയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നോക്കുമ്പോഴോ അതാ കുറച്ച് വെള്ളയും അടിച്ചിട്ടുള്ള ഒരു വീടാണ്. അല്ലാ, അത്രയും 12 മക്കളെ പ്രസവിച്ച് വളർത്തിയ പ്രിയപ്പെട്ട പുന്നാന്റെ അവസ്ഥ എന്തെന്നറിയോ? ആ ഉമ്മാന്റെ അവസ്ഥ എന്തെന്നറിയോ? ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മക്കളുടെ മുന്നിലേക്ക് പോകാൻ അറച്ചു പോയല്ലോ. കാരണം എന്തെന്നറിയോ? ആ പൊന്നുമക്കളുടെ വീട്ടിന്റെ അടുക്കലേക്ക് അങ്ങ് പോയ ആ പുന്നാര മക്കളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരൊന്ന് എതിർത്തെന്തെങ്കിലും പറയുന്ന കേൾക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മാക്കത് സഹിക്കാൻ കഴിയോ? ആ പ്രിയപ്പെട്ട ഉമ്മാക്കത് താങ്ങാൻ കഴിയോ? ഒരിക്കലുമില്ല സഹോദര, ഒരിക്കലുമില്ല. അവിടെ നിന്ന് കണ്ണുനീരോടെ വെട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, ആ കാണുന്ന വീട്ടിന്റെ അപ്പുറത്ത് കാണുന്നൊരു വീടുണ്ടല്ലോ, അവിടെ പോയാ ഞാൻ ഒരു നേരത്തെ വെള്ളം ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. എന്നാലും എന്റെ കുഞ്ഞുമക്കളുടെ വീട്ടിലേക്ക് പോകാ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഉസ്താദ്. എന്റെ പ്രിയമുള്ള സഹോദര, ചിന്തിച്ചു നോക്കൂ, 12 മക്കളെ പെറ്റുവളർത്തിയ പ്രിയപ്പെട്ട മാതാവിന്റെ ഗതി ഇന്നിപ്പോ ഇത്രത്തോളം മതപതനത്തിന്റെ പടുകുടിയിലേക്ക് കണ്ടുപോയല്ലോ. ഈ ഒരവസ്ഥ എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾക്ക് വരാതെ സൂക്ഷിച്ചു സഹോദര. അങ്ങനെ വന്നുപോയാ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിക്ക് മുന്നിലോ കയ്യും നെറ്റി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയുമല്ലോ, ഇന്നിപ്പോ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും ഉപ്പയും കൂടി ചേർന്നുകൊണ്ട് നമ്മളെ ഒരു വിവാഹം കഴിപ്പിക്കുമ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്, ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്. എന്റെ കുഞ്ഞുമോന്റെ കുടുംബജീവൻ നല്ലതുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹത്തോടു കൂടിയിട്ട്, ആവേശത്തോടു കൂടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നല്ലതുപോലെ മക്കളെ വളർത്തിയിട്ട് അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വരുകയാണ്. അങ്ങനെ ചൊല്ലുകയാണ്. പെണ്ണ് കണ്ടു, നല്ലൊരു പെൺകുട്ടി, കാണാൻ ഒരു കുഴപ്പമില്ല, നല്ല സൗന്ദര്യമുണ്ട്, നല്ല പോലെ ചെന്നപ്പോഴും ആൾക്കാരെ കണ്ടപ്പോഴും നല്ലൊരു ചിരിയൊക്കെ കൊണ്ട് പാസ്സാക്കി ഉഷാർ, അൽഹംദുലില്ലാഹ്. ഇനി ഇതിനപ്പുറത്തോട്ട് നല്ലൊരു പെൺകുട്ടിയില്ല. ഇന്നിപ്പോ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളെ ചെന്ന് കാണുന്നു,
മുഖത്തിന് അല്പം വെളുപ്പുണ്ടെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു, വാപ്പാക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇവനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്താണ് ചെന്ന് കണ്ടുകൊണ്ട് മുഖത്തിന്റെ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട് പെണ്ണിട്ടുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ പഠിച്ചോളി. അവസാന അബദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് ചാടിയിട്ട് പിന്നെ വിരലടിച്ചിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിലോ നീ രാവിലെ ഇറങ്ങി പണിക്ക് പോയിട്ട് തിരിച്ചു വരണ സമയത്ത് പെണ്ണുമുള്ളക്കുള്ള മുഖയിലെ കടന്തൽ ഉദ്യമാരിയിരിക്കും. ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ പറയും ഒന്നുമില്ല. അല്ല, എന്നാലും നീ പറയും. അപ്പോഴെന്ത് പറയും? ഉമ്മാന്റെ കാര്യങ്ങൾ പറയും. ഉമ്മ അങ്ങനെയായിരുന്നു, ഉമ്മ ഇങ്ങനെയായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെന്തുണ്ടാകും? ഇന്നേ വരെ ഉമ്മ എന്ന് വിളിച്ച പ്രിയപ്പെട്ട പുന്നാരമകൻ പിന്നെ വിളിക്കും കിളവി എന്ന് വിളിച്ചു തുടങ്ങും. അല്ലേ? ഇന്നിപ്പോ മിക്കുള്ള വീടുകളിൽ ചില മക്കള് പോലും ചില ഉമ്മമാരെ കിളവി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാ, അങ്ങനെ നിങ്ങൾ കിളവി എന്ന് വിളിക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാൽ നാളെ അല്ലാഹുവിന്റെ റബ്ബിന്റെ കോടതിക്ക് മുന്നിൽ ചെന്ന് കയ്യും കെട്ടിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹോദരങ്ങളെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗം രക്ഷപ്പെടിക്കും. അല്ലാഹു തആല നമുക്ക് സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പെണ്ണ് കെട്ടി, ചെറുക്കൻ പെണ്ണ് കെട്ടിയപ്പോഴാണ് പിന്നീട് ഉമ്മായെ ഉപ്പായെ ആകെ വെറുപ്പിക്കുന്ന രീതിയിൽ പെണ്ണ് സംസാരിക്കാൻ തുടങ്ങി. അവസാനം പെണ്ണ് മതി അവനിക്ക്, ഉമ്മയും ഉപ്പയും അവനിക്ക് ഒന്നുമല്ലാതെയായി മാറി. 10 മാസത്തോളം അവന് ഒരുപാട് വേദനയും യാതനയും പ്രയാസവും കഷ്ടപ്പാടിന്റെ മേൽ കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ട് അവനെ പ്രസവിച്ച പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ കാറ്റിൽ പറപ്പിച്ചു. എപ്പോഴോ വന്നു കയറിയ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾക്കറിയല്ലോ, നിങ്ങൾ എല്ലാവരും കേട്ടതാണ് അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. എന്താ ഉണ്ടായേ? ഉമ്മയെക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അവിടെ കൊടുത്തു. അങ്ങനെ ഭാര്യയ്ക്ക് അവിടെ കൊടുത്ത സമയത്ത് എന്തുണ്ടായി? അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് എന്താ കാരണം? ഉമ്മാന്റെ പൊരുത്തം അവിടെ കിട്ടിയില്ല. ഉമ്മാന്റെ പൊരുത്തം അവിടെ ഇല്ലാതായി. ഇപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അവസാനം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വാർത്തയെത്തി. ഹബീബായ റസൂലേ, അൽഖമാ റളിയല്ലാഹു തആല അൻഹു അതാ ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. അൽഖമ അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് പറയും, ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ റസൂലേ, എന്നെക്കാൾ സ്ഥാനം അവന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവൻ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഉമ്മാന്റെ പൊരുത്ത് അവസാനം വിറ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിറ കൊണ്ടുവന്നപ്പോ പറഞ്ഞു, എന്താ അള്ളാഹുവിന്റെ റസൂൽ, എന്റെ പൊന്നമോനെ കരിക്കരുത്, ഞാൻ എല്ലാം ഞാൻ അവനിക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ബഹുമാനപ്പെട്ട അൽഖമാ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് നാം മരിക്കുകയാണ്. അവസാനം എല്ലാവരും കൂടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ട് മറമാടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് മറമാടപ്പെട്ട് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ من فضل زوجته على أمه فعليه لعنة الله والملائكة والناس أجمعين لا يقبل الله منه صرفا ولا عدلا إلا أن يتوب إلى الله ويغسل إليها ويطلب رضاها فرضا الله في رضاها وسخط الله في سخطها. ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മുഹാജിറുകളെയും അൻസാറുകളെയും വിളിച്ചുകൊണ്ട് പറയാ, من فضل زوجته على أمه
ആരെങ്കിലും അവന്റെ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ സ്ഥാനമുണ്ടല്ലോ, അവന്റെ പ്രിയപ്പെട്ട പ്രിയ തോഴിക്കവൻ നൽകി കഴിഞ്ഞ വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസ് അജ്മഈൻ. ലോകത്തുള്ള സകലമാന മാലാഖമാര്, ആകാശത്തുള്ള സകലമാന മാലാഖമാര്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാലാഖമാര്, ഈ ലോകത്തുള്ള മുഴുവൻ മാലാഖമാര്, അതുപോലെ വന്നാസ് അജ്മഈൻ. മുഴുവൻ മാലാഖമാരും ചവിച്ചുകൊണ്ടിരിക്കുമെന്നോ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആരിലും നബി രാജന നബി മുസ്തഫ തനി തങ്ങളാര അമ്പിളി പൂരാജ നബിയോ താഹ നബിയോരാ നബി മുസ്തഫ കനി അമ്പിളി പോൽ താമര പൂവാ പൂനിലാവോടത്തവർ നബി തങ്ങളെ പാൽനിലാവോടാ നബിയോടത്തവരോ. ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയാണ്, ഉമ്മയേക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യക്കവൻ കൊടുത്തു കഴിഞ്ഞ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. പഠിച്ചോ സഹോദര, പഠിച്ചോ. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഉപ്പാനെ വെറുപ്പിച്ചിട്ട് പിന്നെ അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ കയറിയിട്ട് സൂവിനടിക്കുന്ന ചെറുപ്പക്കാരാ, നമസ്കാരമുണ്ടെന്ന് കാണിക്കുന്ന ചെറുപ്പക്കാരാ, ഇതാർക്ക് വേണ്ടിയാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ ചെയ്യുന്നത്? അല്ലാഹ്ക്ക് വേണ്ടിയാണോ? അല്ലാഹ്ക്ക് വേണ്ടിയാണോ? എന്നാൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ, ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്റിൽ വാലിദീൻ. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് അത് പ്രിയപ്പെട്ട മാതാവിനോട് നന്ദി കാണിക്കുന്നത് വേറെയാണ് എന്ന് പഠിപ്പിച്ച് കാര്യം മറക്കണ്ട ചെറുപ്പക്കാരാ. ഇത് കണ്ടോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ പുന്നാര മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാ, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. എടാ, നീ എത്ര നോമ്പ് പിടിച്ചാൽ ഉപ്പാനെ വെറുപ്പിച്ചിട്ട് ഉമ്മാനെ വെറുപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ കയറിയിരുന്നു കൊണ്ട് എത്ര നമസ്കരിച്ചാലും നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട പോരെ, നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സക്കാത്ത് അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സദഖ അല്ലാഹ്ക്ക് വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കൊണ്ട് ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു, നമ്മുടെ ഖൽബിലേക്ക് ഒന്ന് തറച്ചു കയറട്ടെ ചെറുപ്പക്കാരാ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. രക്ഷ വേണോ? നിനക്ക് വിജയം വേണോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം വേണോ? ഇതാര് പഠിപ്പിച്ചതാണ് ചെറുപ്പക്കാരാ? ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ വീട്ടിന്റെ അകത്തട്ടിൽ ഇരുന്നുകൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാ പറയുന്നത്. എന്തെന്നറിയോ? ഉമ്മാനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ, ഉപ്പാനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നീ പള്ളിയിൽ കയറി ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹു തആലാക്കത് വേണ്ട. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങള് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാണ്. പഠിച്ചോ ചെറുപ്പം, ഇതാ നിങ്ങളുടെ ആയിരിക്കുന്ന മനസ്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, നിങ്ങളുടെ മനസ്സിലൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട മാലിക് തങ്ങള് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാ. ഹജ്ജെല്ലാം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങി വന്നിട്ട് രണ്ട് കരങ്ങളും സെട്ടാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, റബ്ബേ, ഈ കൊല്ലം ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് അല്ലാ. കൂട്ടത്തിൽ പാവപ്പെട്ട ഞാനും ഹജ്ജിന് പോയി റബ്ബേ, എന്റെ ഹജ്ജ് നീ സ്വീകരിച്ചോ തമ്പുരാനേ, എനിക്കൊന്ന് പനിക്കൊന്ന് അറിയിപ്പിക്കുമോ അല്ലാ. അപ്പൊ
അപ്പോഴാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അറിയിപ്പിക്കുന്നത്, അല്ലയോ മാലികേ, നിന്റെ ഹജ്ജും സ്വീകരിച്ചിട്ടുണ്ട്. നിന്റെ മാത്രമല്ല, ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള മുഴുവൻ ആളുകളുണ്ടല്ലോ, ഈ മുഴുവൻ ആളുകളുടെ ഹജ്ജും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല വാഹിദ, ഒരാൾക്കുള്ള ഹജ്ജൊഴികെ, ഒരാൾക്കുള്ള ഹജ്ജൊഴികെ ബാക്കി മുഴുവൻ ആളുകളുടെ ഹജ്ജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നവിടെന്ന് പഠിപ്പിക്കുമ്പോ മാലിക് തങ്ങൾ ചോദിക്കുകയാണല്ലോ, ആഗത ഭാഗ്യവാനെന്ന് കാട്ടിത്തരുമോ, ആ മനുഷ്യർക്കൊന്ന് കാട്ടിത്തരുമോ റബ്ബേ എന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് അവരെന്ന് ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പ്രകാരം അതാ മദീനയിലേക്ക് പോവുകയാണ് മാലിക് തങ്ങള്. അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പ്രകാരം അങ്ങനെ മദീനയിലേക്ക് ചെന്നപ്പം കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാ. നല്ല വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ചുട്ടുപൊള്ളുന്ന വെയിൽ. ആ വെയിലിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ കറുത്ത് കരിവാളിച്ച് മുടിയെല്ലാം ജടകെട്ടി അഴുക്ക് വരേണ്ട ശരീരവുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നു. അവിടേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ചെന്നപാടെ ചോദിച്ചു, നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാനല്ലേ? എല്ലാ വർഷവും ഹജ്ജ് പറയും, എല്ലാ വർഷവും ഹജ്ജ് കഴിയുമ്പോ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും താങ്കളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ താങ്കളും വന്നതാണോ എന്ന് എനിക്കറിയാൻ എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ്. അവിടെ നിന്ന് ചോദിച്ചു, അല്ല ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താ? അപ്പോഴാ മനുഷ്യൻ കണ്ണുനീരോടെ പറഞ്ഞെന്തെന്നറിയോ, അല്ലയോ തങ്ങളെ, എനിക്കൊരു പുന്നാര ഉമ്മയുണ്ടായിരുന്നു, വാത്സല്യനിധിയായ ഉമ്മ, എന്നെ ഒരുപാട് സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ എനിക്കുണ്ടായിരുന്നു. അവരെന്നും ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഞാൻ കടന്നു ചെല്ലുന്നത് പാതിരാ സമയത്താ. എന്റെ കൂട്ടുകാരുമൊക്കെ വെള്ളമടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് കറങ്ങി ഞാൻ മതോഭക്തനായിട്ട് എന്റെ വീട്ടിനടുക്കലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറയും, പൊന്നുമോനെ, നീ കള്ളു കൊടുക്കല്ലടാ, കള്ളു കുടിച്ചുകൊണ്ട് നിന്റെ ആയുസ്സിന് നീ ഇല്ലാതാക്കല്ലു മോനെ എന്നിങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ ആ പൊന്നുമോനോട് വസിയത്ത് ചെയ്യുന്നെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മാലിക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എന്റെ ഉമ്മ എല്ലാ ദിവസവും അതാ എന്നെ ഉപദേശിക്കും. അങ്ങനെ ഒരു ദിവസം പാതിരാ സമയത്ത് ഞാൻ മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് എന്റെ വീട്ടിന്റെ കത്തട്ടിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ തുടർന്നിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ എന്റെ ഉമ്മ കിടന്നിരുന്ന വീട്ടിന് ഞാനങ്ങ് തീ കൊടുത്തു. നബിയേ, ആ വീട്ടിൽ ഞാനങ്ങ് തീ കൊടുത്തു. തങ്ങളെ അങ്ങനെ തീ കൊടുത്തിട്ടുള്ള ആ സമയത്ത് എന്റെ ഉമ്മ അങ്ങ് കത്താൻ തുടങ്ങി. അതിൽ കിടന്നുകൊണ്ട് കത്തി അങ്ങ് അമരാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ വലിയൊരു തീക്കുണ്ടാരമാണ് കാണുന്നത്. എന്റെ തലക്ക് വല്ലാതെ ബോധം വന്നു തുടങ്ങി. ഞാൻ ചിന്തിച്ചു, റബ്ബേ, എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ, എനിക്ക് വേണ്ടി ഒരുപാട് യാതന അനുഭവിച്ച, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ വീട്ടിന്റെ വട്ടത്തിൽ കിടന്നുകൊണ്ട് കരിയുന്നത്. ഞാനതാ വീട്ടിന്റെ വട്ടത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അത്രത്തോളം വല്ലാത്ത ചൂടാണ്. അവസാനം എന്താ ചെയ്ത് എന്നറിയോ? അടുത്തിരുന്ന ഒരു കടാറ ഞാനങ്ങ് വലിച്ചേറിയിട്ടോ എന്റെ കൈ ഞാനങ്ങ് മുറിക്കുമ്പോ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിന്റെ അകത്ത് കിടന്ന് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചു പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ കൈ മുറിക്കല്ലടാ, നീ ചോര ഒഴുക്കല്ലടാ എന്നിങ്ങനെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ വിളിച്ചു പറഞ്ഞു പോയി. ആരോടാണ് പറയുന്ന? മാലിക് തങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിച്ചോ. അവസാനം അവിടെന്ന് പറയാ, അതിൽ കിടന്നുകൊണ്ട് വീട്ടിന്റെ അകത്ത് കിടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ കരിഞ്ഞങ്ങ് ചാമ്പരായി വീട്ടിലേക്കങ്ങ് വീണുപോ
പ്രിയപ്പെട്ട എന്നെ പോറ്റി വളർത്തിയ, എന്നെ ഒരുപാട് സ്നേഹിച്ച, എന്നെ ഒരുപാട് ലാളനം നൽകിയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണല്ലോ ഞാൻ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നത്, ഞാനെന്ത് ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്. 40 കൊല്ലം കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുകയാ. പക്ഷേ എന്റെ ഹജ്ജ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ഇന്നേ വരേക്കും സ്വീകരിച്ചിട്ടില്ല തങ്ങള്. പഠിച്ചു സഹോദര, ലോകത്തിന്റെ നേതാവിന്റെ വാക്കെന്താ? ലാ അക്ബറുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നിന്റെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട, നിന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നിന്റെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ട, നിന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ട. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അനുസരണമുള്ളവരാണല്ലോ നമ്മള്, അതിനാണല്ലോ നമ്മളെ മുസ്ലിം എന്ന് വിളിക്കുന്നത്. പക്ഷേ മുസ്ലിമാണെന്നുള്ള പേരിട്ടിട്ട് ഇന്ന് അഹങ്കാരത്തിന്റെ പണി കാണിക്കുന്ന ചെറുപ്പക്കാരാ, പാടില്ല മോനെ. നിനക്കൊന്ന് സ്വത്ത് കൂടിയാ, നിനക്ക് നല്ലതുപോലെ ഒറ്റക്കാലിൽ നിൽക്കാനുള്ള തന്റെ ഇടം വന്നാ, നിനക്ക് നിന്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കണമെന്നുള്ള ഒരു ബാധ്യത നിന്റെ മുന്നിൽ, പാനയും ഉമ്മാനെയും നോക്കണമെന്നുള്ള ഒരു ബാധ്യത നിന്റെ മുമ്പിൽ വരുമ്പോ അത് നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നിന്റെ ഉപ്പാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാ, നിന്റെ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാ രക്ഷയില്ല സഹോദര. അതുകൊണ്ടാണ് ഇത്രയും ഈ 40 കൊല്ലം കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട്, ഈ 40 കൊല്ലം കൊണ്ട് ഹജ്ജ് ചെയ്തിട്ടും ഈ മനുഷ്യന്റെ ഹജ്ജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടില്ല. എന്താ കാര്യം? ഉമ്മാന്റെ പൊരുത്തില്ല, ഉമ്മാനെ വേദനിപ്പിച്ച മകനാണ്. അതുകൊണ്ട് എത്ര കൊല്ലം, 1 or 2 കൊല്ലം അല്ല, ഇന്നിപ്പോ നമ്മൾ ഒരു ഹജ്ജിന് പോകാൻ വേണ്ടി നമ്മൾ കൊതിക്കുകയാണ്. കൊതിക്കാത്തവരാരുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള കാണാൻ കൊതിയില്ലാത്തവർ ആരുണ്ടാവില്ല. പക്ഷേ ഈ മനുഷ്യൻ 40 കൊല്ലം കൊണ്ട് ഹജ്ജിന് പോയി, എന്നിട്ടും എന്താ ഈ മനുഷ്യന്റെ ഹജ്ജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടില്ല. കാര്യം എന്താണ്? ഉമ്മാന്റെ പൊരുത്തമില്ല, ഉമ്മാന്റെ പൊരുത്തില്ല. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക് എത്രയോ സത്യമാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഇത് സൂക്ഷിക്കാതെ മുന്നോട്ട് പോയാൽ, പണ്ടുള്ള ഉമ്മമാരെന്താ പറയണേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതാണ് എനിക്കും പറയാനുള്ളത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന മഹാകോടതിക്ക് മുന്നിൽ വരുമ്പോ അവിടെ നമ്മളെ പിടിച്ചു നിർത്തും നമ്മുടെ ഉപ്പാന്റെ ഉമ്മാന്റെയും വിഷയത്തിൽ. ഇന്നിപ്പോൾ ഉപ്പയും ഉമ്മയും നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് അംഗീകരിക്കുന്നില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ ചോദിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയുമുണ്ട്, നമ്മുടെ ഉമ്മയുമുണ്ട്. എന്നാൽ ഈ 2 പേരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? നമ്മുടെ ഉമ്മാക്ക് കൊടുക്കണം. ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത്. ഉപ്പമാരെ പേടിക്കണ്ട, വിഷമിക്കണ്ട. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ മധ്യത്തെ വാതിൽ ബാപ്പയാണ്, പിതാവാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളി. നമ്മളെ വാതിൽ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റൂ. ആ ഒരു നേട്ടം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉഷാറായിട്ടിരുന്നോളി. നമുക്ക് കൊച്ചുമാരെ കുറിച്ച് പറയാം. പക്ഷേ സ്ഥാനം കൊടുക്കേണ്ടത് ഉമ്മയ്ക്കാണ്. കാരണം എന്താ? ഒരുപാട് യാതന, വേദന, ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ ഭൂമി ലോകത്തേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഭൂമി ലോകത്തേക്ക് ജനിപ്പിച്ചു. എന്നാൽ അതിനേക്ക് ഇന്ന് മക്കൾ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എന്റെ വീട്ടിൽ ഉപ്പയുണ്ട് ഉമ്മയുണ്ട്, ഞാൻ എന്നാൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ആർക്കാണ്? പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു ചോദിച്ചൊരാൾ നബിയോട് സല്ലല്ലാഹു നബിയെ അഹഖുന്നാസിയാരാ എന്റെ മേൽ
അത് നിന്നെ മാതാവാണ് എന്നും നിന്റെ മേൽ. വീണ്ടും അയാൾ ചോദിച്ചു പിന്നീടാരാ, അപ്പോൾ ജവാബും മേൽ പറഞ്ഞതാരാ. മൂന്നാമതായി ചോദിച്ചു പിന്നീടാരാ, മറുപടി അതിനും ഉമ്മ തന്നെ സോദരാ. ആരാണ് പിന്നീടത് പിതാവാണെന്ന് നാലാമതായി നബി മുസ്തഫ പറയുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയേ, എനിക്ക് ഉപ്പയുണ്ട് ഉമ്മയുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പോ ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അത് നിന്റെ മാതാവാണ് എന്നും നിന്റെ മേൽ ആദ്യം നീ സ്ഥാനം കൊടുക്കേണ്ടത് അത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കാണ്. വീണ്ടും അയാൾ ചോദിച്ചു പിന്നെ ആരാ, ഇനി ആരാ നബിയെ, ഇനി ആരാണ് ഞാൻ ഏറ്റവും കൂടുതൽ, ഇനി ഉപ്പാക്കാണോ ഉമ്മാക്കാണോ ഇനി സ്ഥാനം? അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മാക്ക് തന്നെ. മൂന്നാമതായി ചോദിച്ചു പിന്നീടാരാ, മറുപടി അതിനും ഉമ്മ തന്നെ സോദരാ. നിന്റെ ഉമ്മ തന്നെയാണ്, നിന്റെ ഉമ്മാക്ക് തന്നെയാണ് സ്ഥാനം. നാലാമതായി നബി മുസ്തഫ പറയുന്നു, അതിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പാക്ക. ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ട ആർക്കാണ്? നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാക്കാണല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ സഹോദര? ആദ്യം നമ്മൾ ഓതിയല്ലോ, അമരത്തുഹു ഉമ്മുഹു وفصاله في عامين. ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ട ഉമ്മാക്കാണല്ലോ ഉള്ളത്. എന്റെ പ്രിയമുള്ള സഹോദര, നമ്മളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് അത് ഉമ്മക്കാണ്. ആ ഉമ്മായെ വേദനിപ്പിച്ചാൽ, ആ ഉപ്പാനെ വേദനിപ്പിച്ചാൽ നമ്മുടെ ജീവിതം ഒരിക്കലും റാഹത്തിലാകില്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി ഇങ്ങനെ ഒരുപാട് യാതനയും വേദനയും കഷ്ടപ്പാടൊക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നമ്മളെ പഠിപ്പിച്ച് വലുതാക്കി അവരൊന്ന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് സ്വന്തം മക്കളുടെ മുമ്പിലേക്ക് വരും, മക്കളെ എനിക്ക് സുഖമില്ല എന്ന് പറയുന്നതിന് എന്താ കാരണം? ഈ മക്കളോട് പറയുമ്പോ ഈ മക്കൾ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാൻ പൈസയെങ്കിലും കൊടുക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വണ്ടി വിളിച്ചൊന്ന് കൊണ്ടെങ്കിലും പോകും എന്നൊരാഗ്രഹം വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പുന്നാര ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് പറയുന്നത്. പക്ഷേ അതൊന്ന് ചെവിക്കൊള്ളാതെ പോകുന്ന മുസ്ലിമേ, അത് നിന്റെ പതനത്തിന്റെ പോക്കാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, ഉമ്മ വന്നെന്തെങ്കിലും ചോദിക്കുമ്പോ, ഉപ്പ വന്ന് ചോദിക്കുമ്പോ, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോ, ഞാൻ വരില്ല, എന്റെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിക്കുന്ന മക്കളെ, ഇന്നിപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങളും മക്കളായിട്ടാണല്ലോ ഇന്നിപ്പോൾ ഉപ്പമാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ വളരെ കർശനമായിട്ട് പഠിക്കണം എന്റെ പ്രിയമുള്ളവരെ. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമല്ല, മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൂടെ പറയാ, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഹസനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദക الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما
ഖുർആനാണ്. ഒരിക്കലും മുറിച്ചു കളയാൻ പറ്റില്ല, ഒരിക്കലും മാറ്റി നിർത്താനും പറ്റില്ല. അള്ളാഹുവിന്റെ ജഡ്ജിമെന്റാണ്. അപ്പോ നമ്മൾ കോടതിയിലേക്ക് പോകുമ്പോ എന്താ മുട്ടിട്ടിടിച്ചോണ്ടല്ലേ പോകുന്നേ? ഒരു പോലീസുകാർ ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടാ പോവാ, പോക്കറ്റ് എന്തില്ല, ലൈസൻസ് ഇല്ല. പോലീസുകാരെ പിടിച്ചു നിർത്തുന്ന അറിഞ്ഞാൽ എന്ത് നമ്മുടെ മനസ്സിടിക്കാൻ തുടങ്ങും അല്ലേ? ചിലപ്പോ എന്തില്ല, വണ്ടിക്ക് ബുക്കും പേപ്പർ ഉണ്ടാവില്ല, ചിലപ്പോ ഒന്നിപ്പോ ലൈസൻസ് അല്ല, ഇങ്ങനെ നമ്മുടെ മനസ്സിടിക്കണം. പക്ഷേ അള്ളാഹുവാണ് ഏറ്റവും വലിയ കോടതി ഉടമസ്ഥൻ. അവിടെ ചെന്ന് നിൽക്കാൻ അവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും മനുഷ്യ എന്റെയും നിങ്ങളുടെയും മനസ്സിടിക്കുന്നില്ലല്ലോ. ഇന്നിപ്പോ അള്ളാന്റെ കോടതിക്ക് മുന്നിൽ പിടിച്ചു നിർത്തൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിന് വല്ല ചാഞ്ചാട്ടുണ്ടായോ? അതേസമയം നാളെ ഇവിടെ ഇരിക്കുന്ന ഒരാളെ നാളെ നിന്ന് രാവിലെ 8 മണിയാകുമ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ അല്ലാ എന്നെ എന്തിനാ ചോദിക്കാറില്ലേ? ബഹുമാനമുള്ളവരെ ചിന്തിക്കണം, അള്ളാന്റെ ജഡ്ജിമെന്റ് ആണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ജഡ്ജിമെന്റാ. ഒരാൾക്കും മാറ്റി നിർത്താൻ പറ്റാത്തത്രത്തോളം വല്ലാത്ത ജഡ്ജിമെന്റാ അല്ലാഹു തആല കൽപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹ് പറഞ്ഞല്ലോ, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, എന്നെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞ കാര്യം എന്തെന്നറിയോ? വബിൽ വാലിദൈനി ഹസാനാ, എന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും നീ നന്മ ചെയ്യുന്നവനാകാൻ, ഗുണം ചെയ്യുന്നവനാകാൻ. നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സദഖയുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാക്കി. പക്ഷെ അല്ലാഹ് എന്താ പറഞ്ഞ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഉടൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? നിങ്ങളുടെ മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്നവരായി മാറുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്, ഒന്നുകിൽ നിന്റെ ഉപ്പ, അല്ലെങ്കിൽ നിന്റെ ഉമ്മ, അല്ലെങ്കിൽ പോട്ടെ ഈ രണ്ടുപേരും നിന്റെ അടുക്കൽ വാർദ്ധക്യാവസ്ഥയിലാകുന്നു. എന്നിട്ടോ അവരിങ്ങനെ ഒരുപാട് യാതനകളും വേദനകളും എല്ലാം അനുഭവിച്ചവരാണല്ലോ. നിന്നോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടാകും, ഒന്നുകിൽ എന്തെങ്കിലും പറയുവാനുണ്ടാകും. ഇങ്ങനെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ അടുക്കലേക്ക് വരുമ്പോ അവരെന്തെങ്കിലും പറയുമ്പോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയല്ലേ. അല്ലാഹ് പറയാ, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, മാതാവിനോട് ചെയ്യുന്ന പറയല്ലേ, പിതാവിനോടും ചെയ്യുന്ന പറയല്ലേ. ഇന്നിപ്പോ മക്കൾ എന്താ പറയാ? നിങ്ങൾ പോളവിന്ന് പറയും അല്ലെ? നിങ്ങൾ പോളവി, നിങ്ങളുടെ പണി വെക്കാൻ പറയും അല്ലെ? ഉമ്മ പറയുന്ന, മോനെ ഉമ്മക്ക് സുഖമില്ലടാ, ഒരു 5 രൂപ ഇന്ന് തന്നിട്ട് പോയി, ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരാം, എന്റെ ഇപ്പൊ ഒരു പൈസയില്ല, നിങ്ങളെ കൊണ്ട് വേണമെങ്കിൽ പോയാൽ മതി എന്ന് പറയണ മക്കളുണ്ട്, ഇന്നിന്റെ ഭൂമി ലോകത്തുണ്ട്. ഇന്നിപ്പോൾ ഇത് കേൾക്കുമ്പോൾ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സ്വന്തം മനസ്സിൽ പറയുന്നുണ്ട്, ഉസ്താദ് എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്ന് പറയണവർ കാണും, എന്ന് പറയണവരുണ്ട്, പറഞ്ഞവരുമുണ്ട്. എന്റെ ബഹുമാനമുള്ളവരെ പഠിച്ചോളി, ഈ ഒരു അവസ്ഥ നമുക്ക് വരരുത്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മുടെ എല്ലാ മക്കളും തഴയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കല്ലേ തമ്പുരാനെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വലാ തൻഹറുഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്, അവരോട് മോശമായ വാക്ക് പറയല്ലേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് മാന്യമായ വാക്ക് പറയാ. ഉപ്പ വന്നിട്ട് മോനെ സുഖമില്ലെന്ന് പറഞ്ഞ ഉപ്പ വിട്ടിരിക്കും, ഞാൻ പോയിട്ട് വരാം
ഞാൻ പോയിട്ട് ഇപ്പൊ വരാം, ഒരു വണ്ടി വിളിച്ചിട്ട് വരാം. ഉപ്പാക്ക് സന്തോഷം, അൽഹംദുലില്ലാ എന്റെ മോൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല, വണ്ടി വിളിക്കുന്നല്ലേ. ആ ഇരിക്കട്ടെ ഉപ്പ, 200 രൂപ ഉണ്ട്, ആരെങ്കിലും ഒരാളെ കൂടി വന്ന് വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കാണിച്ചോട്ടെ. അല്ലെങ്കിൽ ഒരിപ്പോ ഡോക്ടറിനെ കൊണ്ടുവന്നു കാണിച്ചോട്ടെ. എന്നാലോ അമ്പീലി രാജനീ ലാവിലോത്ത് കളിച്ചാരോ താമര പൂനില മുസ്തഫ നബി വന്താരോ കൽബിൽ നീലാവോത്ത പൂമണം ഏറ്റും നബിയോരോ കാരുണ്യ പൂനില രാജസീത ഒളിവാലോ. എന്താ പറഞ്ഞ ഇങ്ങനെ ഉമ്മയും ഉപ്പയും വരുമ്പോ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉപ്പാക്കൊന്ന് സന്തോഷം തോന്നിയാൽ അള്ളാഹു എന്റെ പൊന്നുമോനിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ എന്ന് ആ സമയത്തൊന്ന് മനസ്സുകൊണ്ട് കരുതിയാ മതി, ഈ മക്കള് രക്ഷപ്പെട്ടു. ആരാ പഠിപ്പിക്കുന്നേ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് ഖൗലൻ കരീം, അവരോട് നല്ല വാക്ക് പറയ്, അവരെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയ്, അവർക്കത് ഇഷ്ടമാണ്. കേട്ടോ, ഇങ്ങനെ വേണം മക്കളായാൽ. അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കല്ലൊന്നും പറയരുത്. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ടാകണം, നല്ല ഒരു ആനന്ദമുണ്ടാകണം. ഒരു പുഞ്ചിരിയോടുകൂടി നോക്കിയാൽ അൽഹംദുലില്ലാ, അപ്പൊ ഉപ്പായി ഒന്ന് പുഞ്ചിരിക്കുന്നു, ഉമ്മായി ഒന്ന് പുഞ്ചിരിക്കുന്നു, അവർക്കൊരു സന്തോഷമായി. ഇന്നിപ്പോ നമ്മൾ കടിച്ചു കീർണമാര് ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ വല്ല രസം ഉണ്ടാവും. ആ ഉമ്മാടെ ഉപ്പാന്റെ മനസ്സ് വേദനിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ, അല്ല പറയുന്ന നിന്റെ ഉപ്പാക്കും നിന്റെ ഉമ്മാക്കും നല്ല ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കുക, കാരുണ്യത്തിന്റെ ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടുന്ന സകലമായ ഒത്താശകളും നീ ചെയ്തു കൊടുക്കുക. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ മുഴുവൻ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപ്പയാ, ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മയാ. ഞാൻ ചെറുതായിരിക്കുമ്പോ എനിക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിഞ്ഞ ഉപ്പയാണ്, ഉമ്മയാണ്. അതുകൊണ്ട് റബ്ബേ, ഇവർക്ക് രണ്ടുപേർക്കും നീ പുറത്തു കൊടുക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ ജഡ്ജിമെന്റാണ്, അല്ലാഹുവിന്റെ ഓർഡറാണ്, അല്ലാഹുവിന്റെ വിധിയാണ്. അല്ലാത്ത വേറെ ഇന്നത്തെ കേരളത്തിൽ കാണുന്ന ഒരു കോടതിയുടെ വിധിയുമല്ല എന്റെ പ്രിയമുള്ളവര്. പക്ഷേ ഈ പറയുന്ന വിധിയുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ വിധിയാണ്, ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഈ ഒരു കൽപ്പന മുത്തായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. എന്റെ ബഹുമാനമുള്ളവരെ, ഇത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ, ഇവർക്കെല്ലാം ഇതേപോലെയുള്ള കൽപ്പന അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഹസനാ വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വഖൂലൂ ലിന്നാസി ഹുസ്നാ വഅഖീമു الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم مغرضون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് ഇത്. ലോകത്തിന്റെ നേതാവിന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് മാത്രമല്ല, ഈസാ നബിക്ക് മാത്രമല്ല, ഇതേപോലെ തുടങ്ങിയുള്ള മുൻകാല പ്രവാചകന്മാരോട് മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരുപാട് തമ്പുരാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇന്നിപ്പോ എത്ര പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇന്നിപ്പോ എന്താ പറഞ്ഞ അല്ലാഹു തആല പറഞ്ഞല്ലോ, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. ഈ ആയത്തെടുത്തു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, എന്താ പറയുന്നത്, യുരീദുൽ ബിർറ, ഈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ എന്താ പഠിപ്പിക്കുന്നത്? മഅൽ ലുത്ഫി, അവരോട് എപ്പോഴും നല്ല മയത്തോടു കൂടിയായിരിക്കണം എല്ലാ പ്രവർത്തനവും. ഏത് കാര്യമാണെങ്കിലും നല്ല സൗമ്യതയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം. എന്നിട്ടോ വലൈനൽ ജാനിബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കും, വല്ലാത്തൊരു കരുണ നിങ്ങൾ കാണിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫലാ യുഹല്ലിദു ലഹുമാ ഫിൽ ജവാബ്, അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ, എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ കയർത്തുകൊണ്ട് സംസാരിക്കരുത്, കയർത്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. വലാ ഇലൈഹിമാ, ഉപ്പയും ഉമ്മയും നിന്റെ മുന്നിലേക്ക് വന്നാൽ അവരുടെ മുഖത്തേക്ക് നീ തുറച്ചു നോക്കാൻ പാടില്ല. ഇന്നെത്രയോ മക്കളാണ് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒരു കാര്യം പറഞ്ഞ ഉമ്മാന്റെ മുഖത്തേക്കും ഉപ്പാന്റെ മുഖത്തേക്കും മിനിറ്റുകളോളം തുറച്ചു നോക്കിക്കൊണ്ട് വിരളം ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പാടില്ല, പാടില്ല. വലാ യർഫഉ സൗതഹു ഇലൈഹിമാ, ഉപ്പയുടെയും ഉമ്മയുടെയും ശബ്ദത്തേക്കാൾ നിന്റെ ശബ്ദവും നീ ഉയർത്താൻ പാടില്ല. അങ്ങനെയാണോ? ഉപ്പ ഇരുന്നാലും ശരി ഉമ്മ ഇരുന്നാലും ശരി അവന്റെ സൗണ്ട് അവൻ പുറത്ത് കാണിക്കും, അവന്റെ സൗണ്ട് അവൻ പിന്നെ എന്ത് എടുത്തങ്ങോട്ട് പുറത്ത് കാണിക്കും. എന്നാൽ എന്റെ ബഹുമാനമുള്ള മുസ്ലിം, ഇത് അബദ്ധമാണ്. ഇതാര് പഠിപ്പിക്കുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മക്കൾ എത്ര കേട്ടിട്ടും എത്ര പഠിച്ചിട്ടും, ഒരുപാട് വാളുകളിൽ കൂടി ഒരുപാട് ഉസ്താദുമാര് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പോട്ടെ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലും ചെറുപ്പക്കാര് അൽഹംദുലില്ലാഹ് ഇപ്പം വാള് കേൾക്കുന്നവരാ, വാള് കേൾക്കാൻ ആഗ്രഹമുള്ളവരാ. പക്ഷേ ഇങ്ങനെ കേട്ടിട്ട് നമ്മുടെ മനസ്സ് മാറുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോളി, വലാ യർഫഉ സൗതഹു ഇലൈഹിമാ, ഉപ്പയുടെയും ഉമ്മയുടെയും ശബ്ദത്തെക്കാൾ ഉയർത്തി നമ്മൾ ഒന്നും സംസാരിക്കാൻ പാടില്ല. ബൈന യദൈഹിമാ മിസ്ലുൽ അബ്ദി ബൈന സയ്യിദിഹി തദല്ലുലൻ ലഹുമാ, ഒരു അടിമ യജമാനന്റെ മുന്നിൽ എങ്ങനെയാണോ പോയിരിക്കുന്നത് അതേപോലെ വളരെ ഭവ്യതയോടുകൂടി ആയിരിക്കണം നമ്മുടെ ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നമ്മൾ പോയിരിക്കാൻ. ഇന്നിപ്പോ അങ്ങനെയാണോ? ഇന്നിപ്പോ ഇപ്പം ഉപ്പാടെ മോളിൽ കൂടെ ചാടും മക്കൾ, അല്ലേ? ഉമ്മ ഇരിക്കണേ ഉമ്മാനെ തട്ടി എറിഞ്ഞുണ്ട്, ഉമ്മാന്റെ കാലിൽ കയറി ചവിട്ടിയല്ലേ ഉമ്മ എന്നും പറഞ്ഞിട്ടൊരു പോക്ക, അല്ലേ? ഇത് അബദ്ധത്തിന്റെ പോക്കാൻ, ഇത് പടുകുഴിയിലേക്കുള്ള പോക്കാണ്. ബഹുമാനമുള്ള സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനൗമിക അലസ്സരീരി ബൈന വാലിദൈക നൽഹഖഹുമാ ഫയൽഹഖാനിക അഫ്ളലു മിനൽ ജിഹാദി ഫീ സബീലില്ലാഹ്. എടാ ചെറുപ്പക്കാരാ, പഠിച്ചു. നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട് ഉമ്മയുമുണ്ട്, രണ്ടുപേരും കിടന്നുറങ്ങാൻ വേണ്ടി കട്ടിലേക്ക് അവർ പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ കിടന്നു എന്നിരിക്കട്ടെ, ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അവരിയ്ക്കുമ്പോ അല്ലെങ്കിൽ കിടക്കുമ്പോ മകനാകുന്ന ഞാനും നീയുമുണ്ടല്ലോ, അവരിയ്ക്കുന്ന കട്ടിന്റെ അടുക്കലേക്കൊന്ന് ചൊല്ലുകയാണ്, ചെന്നിട്ടോ നൽഹഖഹുമാ ഫയൽഹഖാനിക, ആ ഉപ്പയെ നമ്മൾ ചിരിപ്പിക്കുകയാണ്, ഉമ്മയെയും നമ്മൾ ചിരിപ്പിച്ചു. ചെറിയൊരു കാര്യം പറഞ്ഞ് ചെറിയ തമാശ പറഞ്ഞിട്ട് ഉപ്പയും ഉമ്മയും ആ കിടക്കണ സമയത്ത് ചിരിപ്പിച്ചു. എന്നിട്ടോ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മകനാകുന്ന എന്നെയും നിങ്ങളെയും ചിരിപ്പിച്ചു കഴിഞ്ഞ ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ താജാവ്, മദീനയുടെ മണൽപ്പരപ്പിലും ആലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക
വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത ലോകത്തിന്റെ പൂവേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഓ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന കണ്ടോ അഫ്ളലു മിൻ ജിഹാദി ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ കണ്ടോ സഹോദരാ അതാ കിടക്കുന്ന സമയത്ത് ഉമ്മാനെടുക്കൽ പോയി ഉപ്പാനെടുക്കൽ പോയിട്ട് അവരെ വന്ന് ചിരിപ്പിച്ചു കഴിഞ്ഞ നിനക്ക് കിട്ടുന്ന കൂലി ഇതാണെങ്കിൽ എന്തിനാ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കളയുന്നത് വേണ്ട സഹോദര വേണോ എല്ലാം പേടിക്കാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാക്കണേ എന്നാലോ ഇനി മറിച്ചാണെങ്കിലോ ഖാലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് കുല്ലു ദുനൂബി യഖിറുല്ലാഹു മിൻഹാ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിൽ ഹയാതി വബഅദൽ മമാത് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു ബഹുമാനമുള്ള സഹോദര നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ കൊണ്ട് കാര്യമാണ് പറയാൻ പോണേ നല്ലൊരു ഹദീസാണ് വളരെ ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യ എന്തെന്നറിയോ ലോകത്തിന്റെ നേതാവായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് കുല്ലു ദുനൂബി യഖിറുല്ലാഹു മിൻഹാ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഏതെങ്കിലും ഒരു കുറ്റം ഒരാൾ ചെയ്തു പോയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിചാരിച്ചു കഴിഞ്ഞാ ആ കുറ്റങ്ങളെല്ലാം ഖിയാമത്ത് നാൾ വരെ നീക്കി വെക്കാൻ അല്ലാഹുവിനെ കൊണ്ട് കഴിയും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമൊഴികെ മാതാപിതാവിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു താമസമില്ല ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി വബഅദൽ മമാത് ജീവിച്ചിരിക്കുന്ന സമയത്തും പെട്ടെന്നതാ ശിക്ഷ കിട്ടുകയാണ് തീർന്നിട്ടില്ല മരിച്ചു ചെന്ന് ഖബറിലേക്ക് ചെന്നാൽ ആ സമയത്തും വേദന ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ആമിൻത തകുരി ജീറാനിൻ ബിദി സലമി زجت دمعا جرى من مقلة بدمين നിന്റെതി സാലമിൽ നയൽക്കാരെ ഓർത്തിട്ടാണോ കണ്ണീന്ന് മിഴുനീരു നീ നിണമോട് ചാട്ടിയത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ ചൊല്ലിയ സ്വലാത്ത് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് എത്തിച്ചു തന്ന് ഇവിടെ ഇരുന്ന് അവസാന സമയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോഴേയും ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ നബിയുടെ ഹദീസും അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും കേട്ടുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നവരുടെ സകലമാന പാവങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ
ബഹുമാനമുള്ള ഈ ഉമ്മയും ഉപ്പയും നമ്മുടെ സ്വർഗത്തിന്റെ കവാടം. അപ്പോ ഇവരെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അള്ളാന്റെ സ്വർഗത്തിലേക്ക് എന്താ അള്ളാന്റെ പള്ളി കയറി നമസ്കരിച്ച് നോമ്പ് പിടിച്ചിരുന്നിട്ട് പള്ളിയിലേക്ക് പോകാന്ന് വെച്ചാൽ ഒരു കഥയില്ല. അതിനകത്ത് ഒരു കഥയില്ല, ഒരു രക്ഷയുണ്ടാകില്ല. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്റെ പ്രിയമുള്ള. ചില ആളുകൾ പറയും, ഉസ്താദേ എന്റെ മകൻ ഞാൻ എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. ഈ വിഷയങ്ങൾ പറയുമ്പോഴാണ് ചില ഉമ്മയും ഉപ്പയും പറയുന്നത്, എന്താ ഉസ്താദ് ഞാൻ അവനോട് പലതും പറഞ്ഞു നോക്കി, പക്ഷേ അവൻ അനുസരണ എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. ഇന്നിപ്പോ എങ്ങനെ അനുസരണ ഉണ്ടാവുക? സന്ധ്യ സമയമായി കഴിയുമ്പോ ഉമ്മമാര് മക്കളെ വിളിക്കും. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ഖുർആൻ അല്ലെങ്കിലോ നമ്മുടെ ഈ മദ്രസയിലെ വിഷയങ്ങളെല്ലാം എടുത്തിട്ട് പഠിക്കാനായിരിക്കും. എപ്പോഴാ TV എടുത്തു വെച്ചിട്ട് റിമോട്ട് ഓണാക്കി വെച്ചു കൊടുത്ത അമ്മയും കാവ്യാഞ്ജലി അല്ലാത്ത പുത്രി മർജയ പുത്രിയെ കണ്ടാലേ എങ്ങനാ ഈ മക്കൾ നന്നാവാ? എങ്ങനാ ഈ മക്കൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക? എന്റെ ബഹുമാനമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, ഈ മക്കൾ നമ്മളെ ഈ ദുനിയാവിന്റെ ചവിട്ടുകൊട്ടേക്ക് വലിച്ചു തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വരേണ്ടത് മാതാപിതാക്കളായി നിങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടിക്കാം, അല്ലാതെ യാതൊരു ഗതിയും ഇതിനകത്തുണ്ടാകില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ ചില മാതാപിതാക്കൾ എന്താ ഉസ്താദേ നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല, എന്താ കാരണം സഹോദര? എന്താ അനുസരിക്കാത്ത കാരണം? അല്ലാഹു തആല ഇലാ മൂസ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വഹി അറിയിച്ചു കൊടുക്കുന്നു. ശ്രദ്ധിച്ചേട്ടോളി, എന്താ വഹി അറിയിച്ചെന്നറിയോ? അല്ലാഹു തആല ഇലാ മൂസ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വഹി അറിയിച്ചു കൊടുക്കുകയാണ്. എന്തെന്നല്ലേ? യാ മൂസാ വഖർ വാലിദൈക ഫഇന്നമൽ വഖർ വാലിദൈ മദത്തു ലഹു ഫീ ഉംരിഹി വവഹബത്തു ലഹു വലദയ ബിർറു ومن نقى والديه قصرت عمره ووهبت له ولدا يعقه الله جل جلاله بلكم موسى كليم الله ഉണർത്തുന്ന വന്ദിക്കലാമാതാപിതാക്കളെ വേണ്ടത് ദീർഘായുസ്സാണത് കാരണം ലഭിക്കുന്നത്. അത് മാത്രമല്ലൊരു കുട്ടിയെയും അവര് കൊടുക്കുന്നതാണ് അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. നിന്ദിച്ചവർക്കിതിനെപ്പോഴും മക്സാണ്. വയസ്സിന് ചുരുങ്ങും മക്കളും എതിരാണ്. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞല്ലോ, യാ മൂസാ വഖർ വാലിദൈക, നിന്റെ മാതാവിനെ നീ സ്നേഹിച്ചോ, നിന്റെ പിതാവിനെ നീ സ്നേഹിച്ചോ, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു, അവരെ ആദരിച്ചു, അവരെ ബഹുമാനിച്ചു. അതല്ലാതെ പോകല്ല മൂസാ. ആരെങ്കിലും ഒരാൾ അവന്റെ പ്രിയപ്പെട്ട മാതാവിനെ സ്നേഹിച്ച, അവന്റെ പിതാവിനെ സ്നേഹിച്ച, അവരോട് കരുണയുടെ വാക്കുകൾ പറഞ്ഞ, അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അന്ന് പുഞ്ചിരിച്ച, അവരോടൊന്ന് സലാം പറഞ്ഞ, അവർക്ക് വേണ്ടുന്ന ഒത്താശകളല്ലാതെ ചെയ്തു കൊടുത്ത, മദത്തുലഹു ഫീ ഉംരിഹി, അവന്റെ ആയുസ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നീട്ടി അങ്ങ് കൊടുക്കുകയാണ്. കാലാകാലം ജീവിക്കാനല്ല, ദുനിയാവിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന നല്ലൊരു കാലമുണ്ടല്ലോ, നല്ലൊരു കാലഘട്ടമുണ്ടല്ലോ, അതേ വരവുള്ള സമയമതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവർക്ക് നീട്ടി അങ്ങിട്ട് കൊടുക്കുകയാ. എന്നിട്ടോ വവഹബത്തു ലഹു വലദയ ബിർറു, അങ്ങനെയുള്ള സന്താനങ്ങളാരാ? അവര് വളർന്നു വരുമ്പോ, അല്ലെങ്കിൽ പോട്ടെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ,
അവനെ നോക്കുന്ന, അവനെ ബഹുമാനിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവനെ ഇഷ്ടപ്പെടുന്ന, അവനെ ആദരിക്കുന്ന ഒരു മകനെയും കൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് കൊടുക്കുന്നതാണ്. ഇനി മറിച്ച് എങ്ങനെയാണ് വമൻ ഹഖ്ഖ വാലിദൈഹി, ഇനി ആരെങ്കിലും പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ്സിന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചുരുക്കി കളയുന്നു. വവഹബതു ലഹു വലദൻ യഅഖുഹു, അവനെ ഉപദ്രവിക്കുന്ന, അവനെ ചീത്ത വിളിക്കുന്ന, അങ്ങനെയുള്ളവന് ഒരു തരത്തിലും അനുസരിക്കാത്ത ഒരു മകന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവനിക്ക് കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ബഹുമാനപ്പെട്ട മൂസാ നബിയെ വിളിച്ചുകൊണ്ട് പഠിപ്പിച്ചല്ലോ. ഇന്നിപ്പോ എന്താ നിങ്ങൾ പറയണേ? ഉസ്താക്കന്മാരോട് പറയാറുണ്ടല്ലോ, ഉസ്താദെ എന്റെ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, എന്റെ മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്താ ഉസ്താദ്മാർ പറഞ്ഞാൽ കേക്കോ? മക്കള് കേക്കോ? ആദ്യം ഈ മക്കള് ഉസ്താദുമാര് പറഞ്ഞാ പോട്ടെ, നിങ്ങൾ എന്നെ പറയണമെന്നില്ല, നിങ്ങൾ എന്നെ പറയണമെന്നില്ല. കാരണം എന്താ? നിങ്ങളുടെ മാതാപിതാക്കള്, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഉപ്പമാരോട്, നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചു, എത്രത്തോളം നിങ്ങൾ ആദരിച്ചു, ബഹുമാനിച്ചു, ആ ഒരു ആദരവ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകൂ. ആരുടെ വാക്കാ? അള്ളാന്റെ വാക്കാ, അള്ളാഹുവിന്റെ വാക്കാ. തള്ളിക്കളയാൻ പറ്റോ? പറ്റില്ല. ഇന്നിപ്പോ എല്ലാരും പറഞ്ഞ ഏറ്റവും വലിയ പരാതിയാ, ഉസ്താദ് ഞാൻ ഇങ്ങോട്ട് വിളിച്ച അവൻ അങ്ങോട്ടേ പോകുള്ളൂ അല്ലേ? അനുഭവിക്കേണ്ട ആരാ? നിങ്ങളെ അനുഭവിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും നല്ല രീതിക്ക് നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുകയാണ്, എന്താ പറയുന്നറിയോ? ഫഇന്നമൻ വഖറ വാലിദൈ മദത്തു ലഹു ഫീ ഉംരിഹി, അല്ലാഹു തആല അവനിക്ക് ദീർഘായുസ് കൊടുക്കുകയും വവഹബത്തു ലഹു വലദൻ യബിറു, അവനിക്ക് വേണ്ടി, അതായത് അവന്റെ മാതാവിനെയും അവന്റെ പിതാവിനെയും സ്നേഹിച്ച ആ മകനിക്ക് വേണ്ടിയിട്ട് അവനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി അവനെ നോക്കുന്ന, അവനെ ഇഷ്ടപ്പെടുന്ന, അവൻ ആദരിക്കുന്ന ഒരു കുട്ടിയെ പഠിക്കേണ്ട കാര്യമാണ്, പഠിക്കണ്ട. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വമൻ അഖ്ഖ വാലിദൈഹി, ആരെങ്കിലും മാതാവിനെയും പിതാവിനെയും നോവിച്ചു കഴിഞ്ഞാൽ, വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, ഖസ്സറതു ഉംറഹു, അവന്റെ ആയുസ്സിനെ അല്ലാഹു തആല അങ്ങ് ചുരുക്കി കളയും. വഹബത്തു ലഹു വലദൻ യഅഖുഹു. കണ്ടോ എന്തുകൊണ്ടാ മക്കൾ ഇന്നിപ്പോ ഇല്ലാതാകുന്നത്? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാതെ അവർ ഇന്നതാ പുറംകാലം കൊണ്ട് നിന്റെ ഭൂമി ലോകത്തെ ചവിട്ടി തള്ളിയല്ലോ. അത് കാരണത്താല, അത് കാരണത്താൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും, അല്ലാഹുവേ ഇന്ന് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പായി എന്റെ വീട്ടിന്റെ കത്തട്ടിലേക്ക് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം കിട്ടിയല്ല ഞാൻ കിടക്കില്ല, പേടിച്ചിട്ട് കിടക്കി സഹോദര. എപ്പോഴാ മരിക്കുന്നേന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റൂല്ല, ആർക്കും പറയാൻ പറ്റില്ല. വമാ തദ്രി മാദാ തക്സിബു ഗദാ, ഒരു മനുഷ്യൻ നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്കോ നിങ്ങൾക്ക് എടുത്ത് പറയാൻ പറ്റൂല്ല. ഇന്നത്തെ ഇവിടെ വാള് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വർക്കലയാണ്, എനിക്ക് അവിടേക്ക് എത്താൻ പറ്റും, എനിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പും ഇല്ല. ഒരു പക്ഷെ ഇവിടെ വെച്ചാണോ അസ്രായീൽ എന്നെ വന്ന് പിടിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അസ്രായീൽ ഒരു പ്രാവശ്യം ഒരു മനുഷ്യന്റെ അരികിൽ 7 തവണ വരും, 7 തവണ വരും. ചിലപ്പോൾ ഇവിടെയാണോ ഇരിക്കണം അവിടെയാണോ എന്നൊന്നും എനിക്കും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അവിടെയും കാണും ഇവിടെയും കാണും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ, അസ്രായീൽ എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മാതാവിനെ നമ്മൾ വേദനിക്കില്ല, നമ്മുടെ പിതാവിനെ നമ്മൾ വേദനിപ്പിക്കില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആണ്ടുപോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അന്ന റജുലൻ ജാഅ യസ്തഅദിനു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്താ അവർ അനുവാദം ചോദിക്കുക? അവിടെ യുദ്ധത്തിന് പോകാൻ വേണ്ടിട്ട് അനുവാദം ചോദിച്ചു. വഖാല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹയ്യു വാലിദാക, അതിന്റെ പ്രിയപ്പെട്ട മാതാവ് പിതാവ് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു ഉണ്ട് നബിയേ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഫീഹിമാ ജിഹാദുൻ, ആ രണ്ടുപേർക്കും വേണ്ടി നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനം ഉണ്ടല്ലോ, അതാണ് ജിഹാദ് എന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. സഹോദര, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ജിഹാദ്.
അതിനെ കുറിച്ച് ഇപ്പൊ അങ്ങോട്ട് കടക്കണില്ല. അള്ളാഹു തആല കേൾക്കാനും പഠിക്കാനും തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള ഈ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും അനുസരിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? നമ്മുടെ ബാധ്യത. ഈ മാതാവും പിതാവും എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ കേൾക്കണം. ഏതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ആ നബിക്കതാ ഒരുപാട് കൊല്ലം കാത്തുകാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയാണല്ലോ പ്രിയപ്പെട്ട പുന്നാര മകൻ ഇസ്മാഈൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വപ്നം കാണിച്ചു കൊടുത്തല്ലോ. ആ സ്വപ്നം എന്താ? ബഹുമാനമുള്ളവര് സൂറത്ത് സാഫാത്തില് അതാ എടുത്ത് പറയുകയാണ്, എന്തെന്നല്ലേ? ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നിറങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വപ്നം കാണിച്ചു കൊടുത്തെന്തെന്നറിയോ? പ്രിയപ്പെട്ട പൊന്നുമോൻ അറുക്കാനാണ്. പൊന്നുമോന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ ഇന്നി അറാ പൊന്നുമോനെ നിന്നറുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്താ പൊന്നുമോനെ നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അവിടന്ന് പഠിപ്പിച്ചല്ലോ. അവിടന്ന് പറഞ്ഞല്ലോ, മക്കളെ പഠിച്ചോ. എന്താണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് കൽപ്പിച്ചത്? അതങ്ങ് ചെയ്യുക. ഉടനെ കഴുത്തിന്റെ ഉടയോൾ തുണയില്ലേ നമുക്കു ബാപ്പ ആറ്റ കനിമോനെ ഇതാ നിന്നിപ്പോ വിഷാദത്താ ഇതാ മിന്നിപ്പോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വപ്നം കണ്ട സ്വപ്നം അവിടന്ന് പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞപ്പോ അവിടന്ന് എന്താ പറഞ്ഞത്? യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. അല്ലയോ പ്രിയപ്പെട്ട പിതാവേ, അവിടത്തോട് എന്താണ് അല്ലാഹു തആല കൽപ്പിക്കപ്പെട്ടത്, കൽപ്പിച്ചത്? അതങ്ങ് ചെയ്യൂ പിതാവേ. ബഹുമാനമുള്ള സഹോദര, എത്രയോ കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടിയതാണല്ലോ ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ടോ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് കണ്ടതാ, ഒന്ന് കണ്ട് കൊതിരുന്നതിന് തൊട്ടു മുമ്പായി വിജനമായിട്ടുള്ള പ്രദേശത്തെ കൊണ്ടവരെ വലിച്ചെറിഞ്ഞതുമല്ലേ, അവരെ കൊണ്ടിട്ടിട്ട് പോയതുമല്ലേ, ആരാരും സഹായിക്കാനില്ലാതെ ആരുമില്ലാത്തൊരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഹാജറ ബീവിയെയും മകൻ ഇസ്മാഈലിനെയും കൊണ്ടിട്ടിട്ട് പോയല്ലോ. എന്റെ ബഹുമാനമുള്ളവരെ, അങ്ങനെ ഒരുപാട് പരീക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് അവസാന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ട പൊന്നുമോൻ അറുക്ക. അപ്പോഴ് പൊന്നുമോനോട് ചോദിച്ചപ്പോ അനുസരണമുള്ള പൊന്നുമോൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ഇഫ്അൽ മാ തുഅ്മർ. പിന്നെ ഉപ്പ എന്താണോ അവിടെ നിന്ന് അല്ലാഹു തആല കൽപ്പിക്കപ്പെട്ട് അത് ചെയ്തേക്കും. എന്തിനു വേണ്ടിയാ? കത്തിക്ക് മുമ്പിൽ കഴുത്തുണ്ട് ചുടുക്കാനാ? നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ഉപ്പ പറയണ മോനെ അല്ലേ പോട്ടെ, അള്ളാഹ് പറഞ്ഞു ചെയ്യട്ടെ, അറുക്കാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കൂ? കേൾക്കില്ല. ആ അനുസരണമുള്ള മകൻ പറഞ്ഞു, അല്ലാഹു തആല എന്ത് കൽപ്പിച്ചാലും അതങ്ങ് ചെയ്യൂ എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്ന് അവിടുന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ. എന്തിനേറെ പറയുന്നു ബഹുമാനമുള്ളവരെ, ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയോരത്ത് ഓടിയിട്ട് സ്വഹാബാക്കൾ ഒന്നിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന വഴിയോരത്തതാ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്
ഇരിക്കുകയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്താണ് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോയത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ആര്? ഈ അബ്ദുല്ലാഹ് ബിൻ ഉബൈ പറഞ്ഞു, മുഹമ്മദ് നമ്മുടെ പിറം പൊത്തവും നമ്മുടെ ശരീരം മുഴുവൻ പൊടിയാക്കിയല്ലോ, വല്ലാതെ അഴുക്ക് പുരട്ടിയല്ലോ. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോയപ്പോ മുഹമ്മദ് നമ്മുടെ സകലം പൊടിയാക്കിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഇത് കേൾക്കാൻ കഴിഞ്ഞില്ല. സഹാബാക്കളുടെ മനസ്സ് പിടയാൻ തുടങ്ങി. എന്റെ ബഹുമാനമുള്ള സഹോദര, ഈ ഉബയ്യിന്റെ പൊന്നുമോനാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള. ഈ അബ്ദുള്ള കടന്നു വന്നുകൊണ്ട് പുന്നാര നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, എന്റെ പ്രിയപ്പെട്ട പിതാവാണ് ശരി തന്നെയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ശരി തന്നെയാണ്. പക്ഷേ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല നബിയേ, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല നബിയേ, എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു വാക്കൊന്ന് മൂളിയ ഈ ഇരിക്കുന്ന എന്റെ പിതാവിന്റെ തല ഞാൻ അറുത്തുകൊണ്ട് വരാ നബിയേ എന്ന് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുള്ള വന്നുകൊണ്ട് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ കടലായ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു എന്തെന്നറിയോ? അരുത് മോനെ, ചെയ്യരുത് പൊന്നു മോനെ, ചെയ്യരുത്. ആ നിന്റെ പ്രിയപ്പെട്ട പിതാവല്ലേ, നിനക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിച്ച പിതാവല്ലേ, നിനക്ക് ഒരുപാട് സ്നേഹം തന്ന പിതാവല്ലേ, നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പിതാവല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനെ, എന്നെ ചീത്ത വിളിച്ചെങ്കിലോ അത് ഞാനങ്ങ് സഹിച്ചു മോനെ. എന്റെ പിതാവിനോട് നീ എതിർത്തൊന്നും പറയല്ലേ. അതാ പ്രിയപ്പെട്ട പിതാവ് ഇസ്ലാമിന്റെ ശത്രുവായിട്ട് പോലും, പക്ഷേ എന്താണ് ഹദീസ് എന്നല്ല, യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. ഉപ്പയേക്കാ ഉമ്മയേക്കാ മക്കളേക്കാ സ്വന്തം ശരീരത്തേക്കാ ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചല്ലോ. അതും ഇതൊരു പാഠമാണല്ലോ. അങ്ങനെ പൊന്നുമോനെ കടന്നു ചെന്നപ്പോ ഉപ്പ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, വേണ്ട മോനെ, ചെയ്യാൻ പാടില്ല, എന്റെ ഉപ്പയാണ് ആയിരിക്കണത്. അതുകൊണ്ട് പൊന്നുമോനെ അവിടേക്ക് പോകണ്ട, അവിടേക്ക് നീ പോകണ്ട. കണ്ടോ സഹോദരൻ, അത്രത്തോളം കടപ്പാട് ഒരു ഉപ്പയോടും ഒരു ഉമ്മയോടും ഉണ്ട്. ആര് പഠിപ്പിക്കുന്നു? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എന്നാൽ എന്റെ ബഹുമാനമുള്ളവർ, ഇങ്ങനെ നമ്മുടെ ഈ ഉപ്പാക്ക് ഉമ്മാക്ക് നമ്മൾ നല്ല സ്നേഹമുള്ളവരായാൽ, അവരിഷ്ടപ്പെടുന്ന മക്കൾ നമ്മളായി കഴിഞ്ഞാൽ, അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകുന്നവരായി കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മുടെ ഉപ്പയോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിക്കും. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ എന്തിനേറെ പറയുന്നു, ഇപ്പൊ ഒരു മനുഷ്യൻ ഉപ്പ സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഉമ്മ സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഈ ഉമ്മാക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപ്പാക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ചില മക്കൾ ചെന്നുകൊണ്ട് കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നീ മരുന്ന് കൊടുക്കാൻ എന്താണെന്ന് ആദ്യം നിന്റെ ഉപ്പയോട് നീ അനുവാദം ചോദിക്ക്. അവർ അനുവാദം തന്നു കഴിഞ്ഞാലും ശരി, അവർക്കുള്ള കൈ നീ പിടിക്കുമ്പോ ഒരു രോമം പോലും പൊഴിയാത്ത രീതിയിലായിരിക്കണം പിടിക്കേണ്ടത്. ഇന്നിപ്പോൾ എങ്ങനെയാ?
പിടിച്ച് വലിച്ചിറക്കി. അല്ലെങ്കിലോ ചില മക്കൾ പറയാറുണ്ട്, എൻ്റെ വാപ്പാനെ ഞാനാണ് കുളിപ്പിക്കണത്, ഒറ്റ മക്കളും തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ എന്താ ചെയ്യണേ, പിടിച്ച് വലിച്ചിറക്കി കസേരയെ കൊണ്ടിരുത്തി അവിടെ നിന്ന് സോപ്പും തേച്ച് വല്ലാണ്ട് പ്രിയപ്പെട്ട പിതാവിനെ ബുദ്ധിമുട്ടിപ്പിച്ച ചരിത്രങ്ങളും കഥകളും എൻ്റെ കണ്ണുകൊണ്ട് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഉപ്പാനെ പിടിച്ചിറക്കി, 5-6 മക്കളുള്ളതാണ് ഈ പിതാവ്, പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ട് വലിച്ചാണിഴക്കണം. അത് കണ്ടിട്ട് നമ്മുടെ മനസ്സ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഉപ്പ വിളിക്ക്, എന്നെ വിടലാന്നൊക്കെ. ചിലപ്പോ ഉപ്പമാരല്ലേ, അവര് പലതും വിളിച്ചു പറയും, അവര് പറഞ്ഞു പോകും. കാരണം വയസ്സായ ആളുകളാണല്ലോ, അവരുടെ ശരീരം വല്ലാതെ വേദനപ്പെട്ടിരിക്കും. പക്ഷേ എന്നാൽ എന്റെ ബഹുമാനമുള്ള സഹോദര, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ഉപ്പാന്റെ ശരീരം വേദനയെടുക്കുന്ന, ഉമ്മാന്റെ ശരീരം വേദനയെടുക്കുന്ന ഒരു കോലത്തിൽ വരിക്കല്ലേ. ബഹുമാനമുള്ളവരെ, നല്ല രീതിയിൽ ഉമ്മായോട് പ്രവർത്തിച്ച നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്തില്ലേ, അല്ലാഹുവേ സ്വർഗത്തിൽ എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ടായിരിക്കുമല്ലോ, എന്നാ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സിട്ടാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് ദുആ ചെയ്തപ്പോ അല്ലാഹ് പറയുന്ന, മൂസാ നബിയേ ആ കാണുന്ന അങ്ങാടിയിലേക്കൊന്ന് പോകു നബിയേ, അവിടെ ഒരു തൊഴിലാളി ഉണ്ട്, ഒരു ഇറച്ചി വെട്ടുകാരനുണ്ട്, അതാണ് മൂസാ നബിയേ നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ലാഹുവേ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആ കാണുന്ന അങ്ങാടിയില്, ചന്തയില്, കമ്പോളത്തില് ഇറച്ചി വെട്ടുന്ന ഒരു ഇറച്ചി വെട്ടുകാരനോ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചു അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് എന്താണ് എനിക്ക് ഇതിന്റെ പൊരുളെന്ന് മനസ്സിലാക്കി താ തമ്പുരാനെ. അല്ലാഹു തആല പറഞ്ഞു, നീ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് പോ എന്ന് പറഞ്ഞ പാട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുമ്പോ നല്ലതുപോലെ ഭംഗിയായിട്ട് നിന്നുകൊണ്ട് ഇറച്ചിയതാ വിൽക്കുകയാണ്, നല്ലതുപോലെ തൂക്കി വിൽക്കുകയാണ്. ആ സഹോദരനതാ ഒരു പുതിയൊരു താദ്യം മാറ്റിവെക്കുന്നു, നല്ലതുപോലെ കഷ്ണിച്ച് മാറ്റിവെക്കുകയാണ്, ബാക്കിയെല്ലാം വിൽപ്പന നടത്തുകയാണ്. ഈ മനുഷ്യൻ പോകാൻ സമയമായപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാ, എന്താ ചോദിച്ചു എന്നല്ലേ? അല്ലയോ സഹോദര, ഇന്നിപ്പോ നിങ്ങളുടെ ഒരു അതിഥിയായിട്ട് ഞാനും കൂടി നിങ്ങളോടൊപ്പം ഒന്ന് കടന്നു വന്നോട്ടോ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി ചോദിക്കുമ്പോ ആ സഹോദരൻ അവിടെ നിന്ന് പറഞ്ഞു, എന്താ കുഴപ്പമില്ല, നിങ്ങൾ എന്നോടൊപ്പം കടന്നു വന്നോ, അത് ഞാൻ അംഗീകരിച്ചു കൊള്ളാം എന്ന് പറയുമ്പോ ഇറച്ചി വെട്ടുകാരന്റെ പിറകെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. ചിലമന്ദില സുന്ദര ബീവി പൂവിൽ നീലാവത്ത സുന്ദരമുത്തൊരു മൂസാ നബി മൊഴിഞ്ഞല്ലോ, അന്നത്തെ ബിംബമതാദ്യം സൂര്യപാദ താകരനാണ്, മനസ്സുകം പൊട്ടി പിടഞ്ഞത് പാരി വിരിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ കുറച്ചു സമയം നിങ്ങളൊന്ന് ഇരിക്കുമോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, കുഴപ്പമില്ല, നിന്റെ ജോലി എന്താ, അത് നീ അങ്ങ് ചെയ്തു കൊള്ളാതെ പറയുന്ന സമയത്ത് ആ മനുഷ്യനതാ തന്റെ വീട്ടിന്റെ തട്ടിലേക്കതാ കയറി അങ്ങ് പോകുന്ന സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ. എന്നിട്ട് ബഹുമാനപ്പെട്ട മൂസാ നബി നോക്കുമ്പോ എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് തോളിലിട്ടുകൊണ്ട് ഇറങ്ങി വരികയാണ്. എന്തെന്ന് മനസ്സിലാകുന്നില്ല. സൂക്ഷിച്ചു നോക്കുമ്പോഴോ കവിളെല്ലാം ചുട്ടിച്ചുടങ്ങിയിട്ട് ശരീരമാസകരമയാസ്തിയായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പുന്നാര മാതാവിനെയാണ് എടുത്തുകൊണ്ടുവരുന്നത്. ആ പ്രിയപ്പെട്ട മാതാവിനടുത്ത്
കിടക്കുന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനം മുഴുവനും ആ കിടക്കുന്ന കിടപ്പിൽ തന്നെയാണ്. അതെല്ലാം തന്റെ കൈകൊണ്ട് കഴുകി അങ്ങ് ശുദ്ധിയാക്കുന്നു. അവസാനം കഴുകിയിട്ടിരുന്ന നല്ല വസ്ത്രം എടുത്തു കൊണ്ടുവന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മാനെ ധരിപ്പിക്കുന്നു. ഉമ്മാന്റെ കട്ടിയ നല്ല രീതിക്ക് തുടച്ചു വൃത്തിയാക്കിയിട്ട് സുഗന്ധങ്ങളെല്ലാം പുരട്ടി ഉമ്മാനെ കൊണ്ട് കിടത്തുന്നു. ബഹുമാനപ്പെട്ടവർ നോക്കിയിരിക്കുമ്പോ അല്ലാ അല്ലാ, വീണ്ടും അതാ ആ സഹോദരൻ വീട്ടിന്റെ തട്ടിലേക്ക് കയറിപ്പോയിട്ട് നോക്കുമ്പോ വേറെ എന്തോ കൊണ്ടുവരുന്നു. അപ്പോഴേ പ്രിയപ്പെട്ട പിതാവ് രണ്ടുപേരും ഇങ്ങനെയതാ ഉപ്പാനെയും ഉമ്മാനെയും നല്ലതുപോലെ കുളിപ്പിച്ചു കിടത്തുകയാണ്. അവസാനം ഈ മനുഷ്യൻ വീട്ടിന്റെ തട്ടിലേക്ക് കയറി വന്നിട്ട് താൻ അടുപ്പത്തിരിക്കുന്ന ഇറച്ചി കഷ്ണമെടുത്തു കൊണ്ടുവരുന്നു. റൊട്ടിയും പാചകം ചെയ്തു കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന റൊട്ടിയും നല്ലതുപോലെ മയപ്പെടുത്തിയിട്ട് ബിസ്മില്ലാഹ് പ്രിയപ്പെട്ട ഉപ്പാന്റെ വായിലേക്ക് അതാ വെച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാന്റെ വായിലേക്കും വെച്ചു കൊടുക്കുകയാ. ഈ കാഴ്ചയല്ല ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ആ ചുട്ടിച്ചുവങ്ങിയ കവിൾത്തടത്തിലൂടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കണ്ണുനീര് തുള്ളികള് ധാരധാരയായ ഒലിക്കുകയാ. ഉപ്പാന്റേതായിട്ടുള്ള കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിപ്പിക്കുകയാ. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഉമ്മ ദുആ ചെയ്യുന്ന റബ്ബേ, എന്നെ ഇത്രത്തോളം നോക്കുന്ന ഒരു കഷ്ടപ്പാടോ വേദനയോ എന്തെന്ന് എന്നെയും എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും അറിയിപ്പിക്കാത്ത ഈ പ്രിയപ്പെട്ട പുന്നാര മകന് അല്ലാഹുവേ നാളെ എന്റെ സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട മൂസാ നബിയോടൊപ്പം കടത്തിറപ്പേ. അപ്പോഴാ ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് കാര്യം മനസ്സിലായത്. ഈ ഉമ്മാന്റെ ദുആയാണല്ലോ ഈ പൊന്നുമോനിക്കതാ കിട്ടിയിരിക്കുന്നത്. ഈ ഉമ്മാക്കുള്ള ഈ ഉപ്പാന്റെ ആമീനാണല്ലോ ഈ പൊന്നുമോനിക്കതാ കിട്ടിയിരിക്കുന്നത്. കണ്ടോ പ്രിയമുള്ള സഹോദരാ, കിടക്കുന്ന കിടപ്പിലാണ് മൂത്രിക്കലും കാഷ്ടിക്കലുമല്ല. എന്നിട്ട് പോലും ഒരറപ്പോ വെറുപ്പോ വേദനയോ ഒന്നും കൂടാതെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പാനെടുത്തു കൊണ്ടുവന്ന് ഉമ്മാനെടുത്തു കൊണ്ടുവന്ന് കുളിപ്പിച്ചല്ലോ. നല്ല രീതിക്ക് അവർ നല്ലതുപോലെ സ്നേഹത്തോടെ പുഞ്ചിരിയോട് ഓടിയിട്ട് വളർത്തിയല്ലോ. അവർക്ക് വേണ്ടുന്ന താശകൾ ചെയ്തു കൊടുത്തപ്പോ അവർ ബഹുമാനപ്പെട്ട പൊന്നുമോനിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ അതല്ലാഹു തആല സ്വീകരിച്ചല്ലോ. അതുകൊണ്ട് സഹോദരാ, ഉമ്മാനെ വേദനിപ്പിക്കണ്ട, ഉപ്പാനെ വേദനിപ്പിക്കണ്ട, ഉപ്പാനെ കുറ്റം പറയണ്ട, ഉമ്മാനെ കുറ്റം പറയണ്ട. അവർക്ക് വേണ്ടിയിട്ട് നിന്റെ ഉറക്കങ്ങൾ നീ കൊടുത്തോ സഹോദരാ, നിന്റെ നാക്കവർക്ക് വേണ്ടി കൊടുത്തോ സഹോദരാ, നിന്റെ ചെവിയവർക്ക് വേണ്ടി കൊടുത്തോ സഹോദരാ, നിന്റെ സകലമായ പ്രവർത്തനങ്ങളും നിന്റെ പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും വേണ്ടി കൊടുത്തോ. എന്നാ രക്ഷപ്പെട്ടു സഹോദരാ, അതല്ലാതെ രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഉമ്മാന്റെ ഉപ്പാന്റെയും എഴുത്തമില്ലെങ്കിൽ നിന്റെ സുന്നത്തോ നിന്റെ ഫർളോ ഒന്നും അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് സൂക്ഷിച്ചു, അതുകൊണ്ട് സൂക്ഷിക്കുക സഹോദര. അതല്ലാതെ രക്ഷയിൽ ഉപ്പയും ഉമ്മയും നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ബഹുമാനമുള്ളവരെ, അപ്പോ ഈ ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ഈ മകനിക്ക് വേണ്ടി വീഴ്ത്തുന്ന ഒരു തുള്ളി കണ്ണുനീർ, ആ കണ്ണുനീർ അല്ലാഹു തആല കാണും. അങ്ങനെ അല്ലാഹു തആല കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അല്ലാഹു തആല ഉണ്ടാക്കില്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി എന്തിനേറെ പറയുന്നു, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് കളയാനല്ല. ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടിക്കപ്പെടണം. ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ സൃഷ്ടിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ്.
എന്തെന്നറിയോ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല കടൽ തീരത്തേക്ക് വിളിച്ചു. അവിടെ ചെന്ന് എല്ലാവരും കൂടി ചെന്നിട്ട് ആ പരിസരം ഫുള്ളും നോക്കി. അപ്പൊ കണ്ടില്ല, ഒന്നും കാണില്ല. അവസാനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ജിന്നിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുങ്ങി നോക്കാൻ പറഞ്ഞു. 3 തവണ മുങ്ങി, എന്നിട്ടും ഒന്നും കണ്ടില്ല. അവസാനം ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൽ കൂടി വളരെ അടിവരയിട്ടുകൊണ്ട് രേഖപ്പെടുത്തിയ ആസിഫ് ബിൻ ബർഖ് എന്ന് പറയുന്ന ജിന്നിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുങ്ങി നോക്കാൻ പറഞ്ഞു. അങ്ങനെ മുങ്ങി നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴോ ഇദ്ദേഹം മുങ്ങിയിട്ട് വന്നപ്പോൾ ഇങ്ങനെ നല്ലതായിട്ടുള്ള സുന്ദരമാക്കപ്പെട്ട ഒരു കുബ്ബയും കൊണ്ടാണ് പൊങ്ങി വരുന്നത്. അതിന്റെ മുഴുവൻ വാതിലുകളും തുറന്നിടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നല്ല സുന്ദരനായ ഒരു യുവാവ് ഇങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താ ചോദിച്ചല്ലയോ സഹോദര, നീ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് എത്തപ്പെട്ടിരുന്നത്? എന്താ ആ കുബ്ബ കടലിന്റെ ആഴിയിൽ കിടന്നു, വന്നിട്ടോ വലാ യദ്ഖുലു ഫീഹാ ഖിത്റത്തും മിനൽ മാ, വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും അതിനകത്തേക്ക് കടന്നിട്ടില്ല. ഒരു തുള്ളി പോലും. അത്രത്തോളം നല്ല ഭംഗിയായ ഒരു കുബ്ബയാണ് പൊക്കിയെടുത്തു കൊണ്ടുവന്നത്. സുലൈമാൻ നബി അവിടെ നിന്ന് ചോദിച്ചു പോയി, മാ അൻസലക ഫീ ഖഅരി ഹാദൽ ബഹർ, എങ്ങനെയാണ് നീ കുഴിക്കകത്തേക്ക് എത്തിപ്പെട്ടത്? അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത്, യാ നബിയല്ലാഹ് ഇന്നഹു കാന ബീ റജുലുൻ മരീദാ فكانت أمي أمياء فقمت في خدمتها 70 سنة. ബഹുമാനമുള്ളവരെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു എന്തെന്നറിയോ, ഇന്നഹു കാന ബീ റജുലുൻ മരീദാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഒരു രോഗിയായിരുന്നു. വകാനത്ത് ഉമ്മി അമ്യാ, എന്റെ ഉമ്മ കണ്ണു കാണില്ലായിരുന്നു. എന്റെ ഉമ്മാക്കൊന്ന് വെളിയിലേക്ക് പോകണമെങ്കിൽ, ഒന്ന് സ്വന്തമായിട്ട് ആ വെളിയിലേക്കൊന്ന് പോകണമെങ്കിൽ എന്റെ സഹായം കൂടി വേണമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട്, എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് 70 കൊല്ലം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. എന്റെ ഉമ്മയുടെ വഫാത്തിന്റെ സമയത്ത്, എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അത്തിൽ ഹയാത ബനി ഫീ തഅതിക, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നിനക്ക് വേണ്ടി ദീർഘകാലം ഇബാദത്ത് ചെയ്യാ അവന്റെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കല്ലാ എന്നാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പായി ദുആ ചെയ്തിട്ടാണ് നബിയേ ഈ ലോകത്തെയും വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെടാൻ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അസ്തഖദിം ലക വലദീ ഫീ മക്കാ ലാ യകൂനു ലിശ്ശൈത്താൻ അലൈഹി സബീലാ. എന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് എന്താ പറഞ്ഞു എന്നറിയോ, അല്ലാഹുമ്മ അസ്തഖദിം ലക, അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് ദീർഘകാലം സേവനം ചെയ്യാ എന്റെ പൊന്നുമോനിക്ക് നീ കഴിവ് കൊടുക്കല്ല, അവനെ നല്ലൊരു സ്ഥലത്തേക്ക് ആക്കല്ല, ഫീ മക്ക നല്ലൊരു സ്ഥലത്തേക്കോ അവനെ വന്ന് മാറ്റല്ല, ലാ യകൂനു ലിശ്ശൈത്താൻ അലൈഹി സബീലാ, ഒരു ശൈത്താൻ പോലും കടക്കാത്ത ഒരു സ്ഥലത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ആക്കല്ല എന്ന് എന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ
അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കണ്ടോ സഹോദര, ഉപ്പാന്റെ ദുആയാണ്, ഉമ്മാന്റെ ദുആയാണ്. അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ എനിക്കും നിങ്ങൾക്കോ? അപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിനക്ക് എവിടെന്നാണ് ഭക്ഷണം കിട്ടുക? ഖാല യാ നബി അല്ലാഹ് യഅതി കുല്ല യൗമിൻ തയ്റുൻ നഖ്ലറ ഫീ മിൻഖാരി ശൈഇൻ നസ്ഗറ മിത്ല റഅസിൽ ഇൻസാൻ ഫഖുല്ലുഹു ഫഖലുഹു ഫാജിദ ഫീ തുഅമ കുല്ല നഈമി ഫീ ദാരി ദുനിയാ. ഒരു സുന്ദരിയാക്കപ്പെട്ട ഒരു കിളിയുണ്ട്. ആ കിളിയതാ എന്ന് നീ കുപ്പക്കുള്ളിലേക്ക് വരോ, അതിന്റെ ചുണ്ടിലോ മനുഷ്യന്റെ തല പോലെ ഉള്ളൊരു പാത്രമുണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കോ. എന്ത് വേണോ ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സാധനവും അതിൽ കാണും. അതിൽ നിന്ന് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് ഭക്ഷിക്കുകയാണ്. ഫാജിദ് ഫീ തുഅമി കുല്ല നഈമി ഫീ ദാരി ദുനിയാ. ദുനിയാവിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളോ, ദുനിയാവിന്റെ മുഴുവൻ സൗകര്യങ്ങളും ഞാൻ ആ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ ആസ്വദിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് പറഞ്ഞെങ്കില. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് അല്ലാഹുവിനോട് നല്ല രീതിക്ക് വെട്ടിക്കരഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മടങ്ങിക്കോ. അല്ലാഹുവേ, ദുനിയാവിന്റെ ഭരത്ത് ഞാൻ ജീവിച്ചിരുന്നപ്പോ, ദുനിയാവിന്റെ ആഡംബരത്തിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ കഷ്ടപ്പാടിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ ബുദ്ധിമുട്ടിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ ഒരുപാട് ഒരുപാട് വൃത്തികെട്ട കുട്ടികളോടൊപ്പം ഞാൻ എന്റെ ആയുസ്സിനെ ഞാൻ തള്ളി നീക്കിയപ്പോ, എനിക്ക് വേണ്ടി ഉറക്കമഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഞാനെന്ന് നീക്കിയെറിഞ്ഞല്ലോ. എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഉപ്പാനെ ഞാൻ നീക്കിയെറിഞ്ഞല്ലോ. ഒന്ന് കരയ് സഹോദര. ഇന്ന് ആയിക്കൊള്ളട്ടെ, പാതിരാ സമയത്ത് ഇന്നത്തെ ആൾക്കാർ ഉമ്മമാരാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എത്ര ഉപ്പമാരാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴാണ് ഇസ്രായേൽ വന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും പിടിക്കുന്നത് എന്ന് പറയാൻ പറ്റോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. മരിക്കുന്ന സമയത്ത് ഉപ്പാന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോകല്ലേ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോകല്ലേ. രക്ഷയില്ല മുസ്ലിമേ, രക്ഷയില്ല. അള്ളാഹുവിന്റെ കബറിൽ പോലും നമുക്ക് രക്ഷ കിട്ടത്തില്ല. ഈ ദുനിയാവിന്റെ ഒരു നന്മയും നമുക്കുണ്ടാകില്ല. ദുനിയാവിന്റെ തിന്മയല്ലാതെ ദുനിയാവിന്റെ ഒരു നന്മയും നമുക്കുണ്ടാകില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ, ഉമ്മയും നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ. എന്നാൽ പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തോ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോ. ഒന്ന് വെട്ടിക്കരഞ്ഞു നോക്ക് എന്റെ പ്രിയമുള്ളവരെ. നമുക്ക് വേണ്ടി അതാ എത്രയോ കരഞ്ഞവരാ. നമുക്കൊന്ന് സുഖമില്ലാതെന്നായി പോയാ, നമുക്ക് വേണ്ടി രാപ്പകരില്ലാതെ ഊണും മുറക്കവുമില്ലാതെ വെട്ടിക്കരയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് കാറ്റിൽ പറപ്പിക്കുന്ന മക്കളെ, രക്ഷയില്ല. നമ്മുടെ ഉമ്മാക്കുള്ള സ്ഥാനത്തിൽ 1000 പോറ്റുമ്മ വരട്ടെ, ആ നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്താകുമോ എന്റെ പ്രിയമുള്ളവരെ? ഒരിക്കലും ആവില്ലല്ലോ. അതാ 10 മാസം പെറ്റാതെ 10 മാസം വേദനയോടെ യാതനയോടെ കഷ്ടപ്പാടോടെ ഇത്രത്തോളം പ്രയാസം അനുഭവിച്ചുകൊണ്ട് വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് നമ്മുടെ ദുനിയാവിലേക്ക് പ്രസവിച്ചിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാർ ഇന്ന് തള്ളി പറയുന്ന മക്കളാണല്ലോ. പാടില്ല മുസ്ലിമേ, പാടില്ല. രക്ഷ വേണോ, രക്ഷ വേണോ. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോ. ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ, ആ ഉപ്പാക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, ആ ഉമ്മാക്ക് വേണ്ടി വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. എത്രയോ ഉപ്പമാരാ ഇന്നാരുടെ മണ്ണിന്റെ കത്തളത്തിൽ കഴിയുന്നതാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഓ കബറിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തോ. ഇന്ന് വെള്ളിയാഴ്ച രാവെന്ന് വന്നിട്ട് പോലും എത്ര മക്കളാണ് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുക? എത്ര മക്കളാണ് ഉപ്പാന്റെ കബറിടത്തിലേക്ക് പോയിട്ട് അല്ലാഹുവേ, ഈ കബറിന്റെ രക്തത്തിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹുവേ, എനിക്ക് വേണ്ടി ഒരുപാട് രക്തമൊഴിഞ്ഞ, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഉപ്പയും ഉമ്മയും അതാ ഇന്നാ
اغفر لأبي اللهم اغفر له وارحمه واعف عنه. ഉപ്പാന്റെ കബറിടത്തേക്ക് പോയിക്കൊണ്ടിട്ടായി, ഉപ്പാന്റെ കബറിടത്തിലേക്ക് പോയിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന എത്ര മക്കളുണ്ട് എന്റെ പ്രിയമുള്ളവര്? ഉമ്മാന്റെ കബറിലേക്ക് ഒന്ന് പോയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ. ബഹുമാനമുള്ള സഹോദര, ആ കബറിൽ കിടക്കുന്ന ഉപ്പാന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റോ? നിങ്ങൾക്ക് പറയാൻ പറ്റോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് പുന്നാര റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ്, ആ ഉപ്പാക്ക് വേണ്ടിയിട്ട്